സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങൾ തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അല്ലേ? ചെറുതായിട്ടൊന്ന് പൊടി തട്ടി എടുത്താൽ മതി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതിനകത്ത് പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതൊക്കെ കുറച്ചുകൂടെയൊക്കെ ഇതൊക്കെ ആയിട്ട് പറയുന്നു എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. ലെവൽസ് ഓഫ് പ്രിവെൻഷനൊക്കെ എന്താ പറയുന്നത്, എല്ലാവർക്കും തറവായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കതൊക്കെ ഒന്നൊന്നും തട്ടിക്കുടഞ്ഞെടുക്കാമേ. അപ്പം എന്താണ് ഈ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിസീസ് ഉണ്ടാകുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുന്ന കുറേ കുറച്ച് കാര്യങ്ങളിൽ അല്ലേ, അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ, അതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞാൽ അവരെ നന്നായിട്ട് തലയൊക്കെ തോർത്തി, അത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ നമ്മൾ ചിലപ്പം വീട്ടിൽ നീളത്തിൽ പറയത്തില്ലേ? അപ്പം അതെന്ന് പറഞ്ഞാൽ അറിയാം അപ്പോൾ എല്ലാവർക്കും അല്ലേ. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? is the action aimed at eradicating, eliminating or minimizing the impact of disease and disability. അല്ലേ, ഒരു ഡിസീസ് ഉണ്ടാവുന്നതിനുള്ളത് അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഉണ്ടാകുന്ന കാര്യങ്ങളോ നമ്മൾ എന്ത് ചെയ്യാണ്? ഇറാഡിക്കേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുന്ന ആ ഒരു ഇതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രിവെൻഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താണ് ഗോൾസ് ഓഫ് പ്രിവെൻഷൻ? എന്തൊക്കെയാണ് നമ്മുടെ പ്രിവെൻഷൻ്റെ ഗോൾസ്, അല്ലെങ്കിൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എയിം ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ്? ടു പ്രൊമോട്ട് ഹെൽത്ത്, ഹെൽത്തിനെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഏതാണ് വരുന്നത്? ടു പ്രിസർവ് ഹെൽത്ത്, ഹെൽത്തിനെ എന്ത് ചെയ്യുക? പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുക അല്ലേ. പിന്നെന്താ? ടു റീസ്റ്റോർ ഹെൽത്ത് വെൻ ഇറ്റ് ഈസ് ഇമ്പേർഡ്, എന്തെങ്കിലും ഒരു ഇത് ഹെൽത്തിന് പറ്റിക്കഴിഞ്ഞാൽ അതിനെ, നമ്മുടെ ഹെൽത്തിനെ എന്ത് ചെയ്യാണ്? റീസ്റ്റോർ ചെയ്യാണ്. പിന്നെ ഏതാണ് വരുന്നത്? ടു മിനിമൈസ് സഫറിങ് ആൻഡ് ഡിസ്ട്രെസ്, അത് എന്ത് ചെയ്യുക? നമുക്ക് എന്തെങ്കിലും സഫറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഡിസ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? മിനിമൈസ് ചെയ്യാണ്. പിന്നെ അപ്പം ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പ്രിവെൻഷൻ്റെ ഗോള് എന്ന് പറയുന്നത്. അപ്പം പ്രൊമോട്ട് ചെയ്യുക, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രിസർവ് ചെയ്യുക, ഹെൽത്തിനെ പ്രിസർവ് ചെയ്യുക, പിന്നെന്താണ്? ഹെൽത്തിനെ റീസ്റ്റോർ ചെയ്യുക. പിന്നെ എന്താണ് പറയുന്നത്? ടു മിനിമൈസ് സഫറിങ് ആൻഡ് ഡിസ്ട്രെസ്, അതെന്ത് ചെയ്യുക? അത് സഫറിങ്ങിനെ എന്ത് ചെയ്യുക? മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ട്രെസ് ചെയ്യുക. ഇതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഗോൾസ് ഓഫ് പ്രിവെൻഷൻ്റെ മെയിൻ പ്രിവെൻഷൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഓരോന്നും നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഫസ്റ്റ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൈമോഡിയൽ പ്രിവെൻഷനാണ്. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ഏതാണ്? പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടേർഷറി പ്രിവെൻഷൻ ആൻഡ് കോട്ടിനറി പ്രിവെൻഷൻ. ഈ ഒരു സംഭവത്തിനെ പറ്റി അധികം ആരും കേട്ടിട്ടുണ്ടാവത്തില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രിവെൻഷനും ഉണ്ട്. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. അപ്പം നമുക്കിത് ഓരോന്നും നോക്കാം. എന്താണ് പ്രൈമോഡിയൽ, എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി, എന്താണ് ടേർഷറി, എന്താണ് കോട്ടിനറി. അപ്പം നമുക്ക് ഓരോന്നിലോട്ടും പോകാം. വാ. അപ്പം ഫസ്റ്റ് വൺ പ്രൈമോഡിയൽ പ്രിവെൻഷൻ. പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? It is the prevention of emergence or development of risk factors in countries or population group in which they have not yet appeared. ഇത് വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു ഡിസീസ് ഉണ്ടാകുന്നതിന് മുൻപ് ആ കൺട്രിയിൽ അല്ലെങ്കിൽ ആ പോപ്പുലേഷന് നമ്മൾ എന്ത് ചെയ്യാന്ന്? പ്രിവെൻഷൻ കൊടുക്കുന്നു അല്ലേ. അല്ലെങ്കിൽ ആ ഒരു ഇത് ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ അവർക്ക് അതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ദ പ്രിവെൻഷൻ ഓഫ് എമർജൻസ് ഓർ ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ ദ കൺട്രീസ് ഓർ എ ഗ്രൂപ്പ് ഇൻ വിച്ച് ദേ ഹാവ് നോട്ട് യെറ്റ് അപ്പിയർഡ്. അത് ഇതുവരെയും വന്നിട്ടില്ല, പക്ഷേ അത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം കോവിഡ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കോവിഡിന്റെ ആ ഒരു ഇതിന്റെ സമയത്ത്, ഇപ്പൊ ഇറ്റലിയിൽ എങ്ങാണ്ട് ആദ്യം വന്നു എന്ന് പറഞ്ഞു, ആ സമയത്ത് തന്നെ ഇത് ഇവിടെ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം പ്രിക്വേഷൻസ് നമ്മൾ എടുത്തായിരുന്നു അല്ലേ. അപ്പം ആ ഒരു ഇതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഡിസീസ് ഉണ്ടായിട്ടില്ല, പക്ഷെ അത് വരുന്ന അറിയാം, അതിനു മുൻപേ നമ്മൾ എന്ത് കൊടുക്കുകയാണ്?
ആ ഒരു എന്താ ആ ഒരു പ്രിവെൻറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രിവെൻറ്റീവ് എന്താ മെഷേഴ്സ് കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ഏതാണ്? പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഈസ് എ റിലേറ്റീവ്ലി ന്യൂ കൺസെപ്റ്റ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂ കൺസെപ്റ്റ് ആണ്. ഈസ് റിസീവിങ് സ്പെഷ്യൽ അറ്റൻഷൻ ഇൻ പ്രിവെൻഷൻ ഓഫ് ക്രോണിക് ഡിസീസ്. എന്തെങ്കിലും ഒരു ക്രോണിക് ഡിസീസ് ഉണ്ടാകുന്നതിന് മുൻപേ ഉള്ള ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ആണ് എന്തെന്ന് പറയുന്നത്, പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. Example, many adult health problems, obesity, hypertension, have their early origins in childhood because this is the time when lifestyles are formed. അതായത് ഇപ്പം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു അഡോളസൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് ഒബേസിറ്റി, ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ വരാം. ഇപ്പം നമ്മളാണെങ്കിൽ പോലും എന്താണ് ഒരുപാട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറില്ല. എന്താ, നമ്മൾ വണ്ണം വെക്കും എന്നുള്ളത്. അത് വണ്ണം വെക്കും എന്നതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മെഷേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ബാലൻസ് ചെയ്ത് ആഹാരം കഴിക്കുക. ഇപ്പം ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ഷുഗർ, BP ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ, നമുക്കും വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കണ്ടറിഞ്ഞ് എന്താണ് ഈ പറയുന്ന പ്രോപ്പറായിട്ടുള്ള എക്സസൈസും ആഹാരത്തിൽ ഉപ്പ് കുറയ്ക്കുക, മധുരം കുറയ്ക്കുക, ഇതെല്ലാം ചെയ്ത് നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിനെയൊക്കെ മോഡിഫൈ ചെയ്ത് ആ ഒരു ഡിസീസിനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മെഷേഴ്സ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ഏതാണ് വരുന്നത്? ദ മെയിൻ ഇന്റർവെൻഷൻ ഇൻ പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഈസ് ത്രൂ ഇൻഡിവിജ്വൽ ആൻഡ് മാസ് എഡ്യൂക്കേഷൻ. അപ്പം ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിപ്പം ഈ ഫസ്റ്റ് ഇയറിലൊക്കെ ആണെങ്കിലും കമ്മ്യൂണിറ്റിക്കൊക്കെ പോകുമ്പോഴേ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കും അല്ലേ? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? നമ്മുടെ ടോപ്പിക്കുകളാണ് ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് മെലിറ്റസ്, പിന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ഇതിനെയൊക്കെ പറ്റി നമ്മൾ എന്ത് കൊടുക്കും? അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കും. ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഏത് ഇതിലാണ് വരുന്നത്? പ്രൈമോഡിയൽ പ്രിവെൻഷനിലാണ് വരുന്നത്. അതായത് ഇൻഡിവിജ്വൽ ആൻഡ് മാസ് എഡ്യൂക്കേഷൻ വിൽ കംസ് അണ്ടർ എന്തിനകത്താണ്? പ്രൈമോഡിയൽ പ്രിവെൻഷൻ. ക്ലിയർ ആയോ? ഇനി അതിനകത്ത് വരുന്ന എന്താ പറയുന്നത്, ബാക്കി ഇനി അടുത്ത എന്താണ് വരുന്നത്? പ്രൈമറി പ്രിവെൻഷൻ വരും. അപ്പോൾ പ്രൈമോഡിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസ് ഉണ്ടായിട്ടില്ല എന്നാൽ വരാനുള്ള ചാൻസ് ഉണ്ട്, അതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് വരുന്നത്? പ്രൈമറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആക്ഷൻ ടേക്കൺ ടു പ്രയർ ഓൺസെറ്റ് ഓഫ് ഡിസീസ് വിച്ച് റിമൂവ്സ് ദ പോസിബിലിറ്റി ദാറ്റ് ദ ഡിസീസ് വിൽ എവർ ഒക്കേഴ്സ്. അപ്പോൾ എന്താണ് ഇതെന്ന് പറയുന്നത്? എന്താണ്, ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. എന്താണ്? പ്രയർ ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ് ആൻഡ് എന്താണ്, ഒരു കാരണവശാലും അതെന്ത് ചെയ്യരുത്, ഒരിക്കലും വരരുത്, ആ ഒരു ഡിസീസ് കണ്ടീഷൻ ഒരിക്കലും ഉണ്ടാവരുത് എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് എന്താണ്? ഇറ്റ് സിഗ്നിഫൈസ് ദ ഇന്റർവെൻഷൻ ഇൻ ദ പ്രീ പാത്തോജെനിസിസ് ഫേസ്. പ്രീ പാത്തോജെനിസിസ് ഫേസ് എന്ന് പറഞ്ഞാൽ ബിഫോർ ദ ഒക്യുറൻസ് ഓഫ് ഡിസീസ്. എന്താണ് വരുന്നത്? ബിഫോർ ദ ഒക്യുറൻസ് ഓഫ് ഡിസീസ്. ആ ഒരു ഇത് വരുന്നതിന് മുൻപ് എന്താണ്, നമുക്ക് ആ ഒരു ഡിസീസ് ഉണ്ടാകുന്നതിന് മുൻപ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുന്നത്, പ്രിവെൻറ്റീവ് മെഷേഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യണം? അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരിക്കലും ആ ഒരു ഡിസീസ് ഉണ്ടാവുക ചെയ്യരുത് എന്നുള്ള ഒരു ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ എന്താണ് എല്ലാ രീതിയിലും എന്താണ് ശാരീരികമായും മാനസികമായും എല്ലാ രീതിയിലും എന്താണ് ഇതിൽ അസുഖങ്ങളിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും അയാളെ എന്ത് ചെയ്യുക, ഒരു ഡിസീസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്തെടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം പ്രൈമറി പ്രിവെൻഷൻ ഈസ് അതർവൈസ് നോൺ ആസ് എന്താണ്? ഹോളിസ്റ്റിക് അപ്രോച്ച്. പ്രൈമറി പ്രിവെൻഷൻ മേ ബി അക്കംപ്ലിഷ്ഡ് ബൈ മെഷേഴ്സ് ഓഫ് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതിനകത്ത് എന്താണ് വരുന്നത്? ഇതിനകത്ത് അക്കംപ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹെൽത്ത് പ്രൊമോഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷനുമാണ് ഇതിനകത്തെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? മെയിൻ കമ്പോണൻസ് ആണ് ഏതിൻ്റെ?
പ്രൈമറി എന്താണ് പ്രിവെൻഷൻ്റെ മെയിൻ കമ്പോണൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എനേബിളിംഗ് പീപ്പിൾ ടു ഇൻക്രീസ് control over the determinants of health and thereby improve their health. അപ്പോൾ ഇതിനകത്ത് എന്താണ് പറയുന്നത്? പീപ്പിളിന് അവരുടെ ആ ഒരു ഇതിൽ ഹെൽത്തിൽ എന്ത് വേണം? ഒരു കൺട്രോള് വേണം. അതുവഴി എന്ത് ചെയ്യണം? ആ ഒരു ഡിറ്റർമിനൻസിനെ, അതായത് ഹെൽത്ത് ഡിറ്റർമിനൻസ് കാര്യങ്ങളിനെ എല്ലാം എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം. ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്രൂവ്മെൻറ്റ്, ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ്സ് അല്ലേ? അങ്ങനെ എന്താണ് നമുക്ക് വരാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ഏതൊക്കെ ഡിറ്റർമിനൻസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നത് അതിൽ നിന്നെല്ലാം നമ്മുടെ ഹെൽത്തിനെ രക്ഷപ്പെടുത്തിയെടുത്ത് നമ്മുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. The interventions include in this area are ഏതാണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലേ? എന്താണ് അപ്പം ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏതിനകത്ത് വരുന്നതാണ്? പ്രൈമറി പ്രിവെൻഷനകത്ത് വരുന്നതാണ്. മനസ്സിലായി? മറ്റേതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അവർക്കൊരു മാസ് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കാനാണ് എന്തിനകത്ത് പറയുന്നത്? പ്രൈമോഡിയൽ പ്രിവെൻഷനകത്ത് പറയുന്നത്. ഇതിനകത്ത് എന്താണ് പറയുന്നത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ അറിയാമല്ലോ, എല്ലാ ഡിസീസ് കണ്ടീഷനുകളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയെല്ലാം അവർക്ക് അവരുടെ ഹെൽത്തിനെ പറ്റി എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് അവർക്ക് എന്ത് ചെയ്യുക? ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. പിന്നെന്താണ്? എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷൻ. എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ വാട്ടർ സപ്ലൈ, പ്രോപ്പർ ഡ്രിങ്കിങ് വാട്ടർ, സേഫ് ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് അല്ലേ? ഇതെല്ലാം വരുന്നത് ഏതിനകത്താണ്? എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷനകത്ത്. പ്രോപ്പർ യൂസ് ഓഫ് ലാട്രിൻസ് അല്ലേ? അപ്പം സേഫ് വേസ്റ്റ് ഡിസ്പോസൽ ഇതെല്ലാം വരുന്നത് ഏതിനകത്താണ്? എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷനകത്താണ് വരുന്നത്. ഇനി അടുത്ത ഏതാണ്? ബിഹേവിയറൽ ചേഞ്ചസ്. ബിഹേവിയറൽ ചേഞ്ചസ് എന്ന് പറയുന്നത് സ്കൂള് അല്ലേ? സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ് അതുവഴി, അതായത് സ്കൂൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ അതുവഴിയെല്ലാം കുട്ടികളുടെ ബിഹേവിയറും കാര്യങ്ങളും എല്ലാം മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു എന്താ പറയുന്നത് ഒരു അപ്രോച്ചസിനാണ് എന്തെന്ന് പറയുന്നത്? ബിഹേവിയറൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അടുത്ത ഏതാണ്? ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുന്നത് പ്രോപ്പർ, അതായത് അവർ പ്രോപ്പറായിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക റിഗാർഡിങ് യോഗ, മെഡിറ്റേഷൻ, പ്രോപ്പർ എക്സസൈസ് അല്ലേ? പ്രോപ്പർ എന്താ പറയുന്നത് അവോയ്ഡൻസ് ഓഫ് ആൽക്കഹോളിസം, പിന്നെ സ്മോക്കിങ്, ഇതിനെപ്പറ്റി എല്ലാം അവർക്ക് എന്ത് ചെയ്യുക? അവർ അതിൽ നിന്നെല്ലാം അവരെ വിമുക്തരാക്കിക്കൊണ്ട് വരുന്ന അവർക്ക് പ്രോപ്പറായിട്ടുള്ള എന്ത് ചെയ്യാണ്? എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനാണ്. പിന്നെ എന്താ? ന്യൂട്രീഷണൽ ഇൻ്റർവെൻഷൻ. ഇപ്പം അയൺ ആൻഡ് ഫോളിക് സപ്ലൈ ഫോർ പ്രഗ്നൻസി ആൻഡ് അഡോളസെൻറ്റ് ഗേൾസ് അല്ലേ? പിന്നെ പ്രോപ്പർ ഗോയിറ്റർ, അതായത് എന്താണ് അസസ്മെൻറ്റ്, അതായത് എന്താ പറയുന്നത് ഈ പറയുന്ന തൈറോയിഡ് അസസ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം അല്ലേ? പ്രോപ്പർ പിന്നെ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്താ മിഡ് ഡേ മീൽ പ്രോഗ്രാം സ്കൂളുകളിൽ അല്ലേ? പ്രോപ്പർ ഫീഡിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രോപ്പർ ഫീഡിങ് ഇൻ്റർവെൻഷൻസ് ഇതെല്ലാം വരുന്നത് എന്തിനകത്താണ്? ന്യൂട്രീഷണൽ ഇൻ്റർവെൻഷൻ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്തു കൊടുക്കുകയാണ് അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള എന്താണ് അതൊന്നും ഉണ്ടാകത്തില്ല. അതെന്ത് ചെയ്തില്ല ഒരിക്കലും എന്താ പറയുന്നത് അത് ഉണ്ടാവത്തില്ല. പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ എന്നെല്ലാം പറഞ്ഞ് അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷനകത്ത് വരുന്നത്. ഇനി അടുത്ത ഏതാണ് വരുന്നത്? സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണ്. സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എഫേർട്സ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സ്പെസിഫിക് ഡിസീസസ്. ഏതാണ്? യൂസ് ഓഫ് സ്പെസിഫിക് ഇമ്മ്യൂണൈസേഷൻ അല്ലേ? പ്രോപ്പറായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ കുട്ടികൾക്ക് എടുത്തിരിക്കണം അല്ലേ? ബൈ ബർത്ത് മുതൽ ആ പറയുന്ന ഏജ് വരെയുള്ള എന്താണ് എല്ലാ എന്താ പറയുന്ന മെഡിസിൻ അല്ലെ വാക്സിൻസും അവർക്ക് എന്ത് ചെയ്തിരിക്കണം? എടുത്തിരിക്കണം. ഇൻക്ലൂഡിങ് ഏതാണ്? BCG, മീസിൽസ് ആൻഡ് MMR, DPT ഇതെല്ലാം എന്ത് ചെയ്തിരിക്കണം? അവർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇരിക്കണം. കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കാതിരിക്കുകയേ ചെയ്യരുത്. എന്താണ്? വാക്സിനേഷൻ കൊടുക്കുന്നത് മൂലം അവർക്ക് എന്ത് ചെയ്യാണ്? അവർക്ക് അത്രയും കൂടെ എന്താവുകയാണ് ചെയ്യുന്നത്? അവർ ഇമ്മ്യൂണൈസ്ഡ് പീപ്പിൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ്? യൂസ് ഓഫ് സ്പെസിഫിക് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് ഏത് പ്രിവെൻഷനകത്ത് വരുന്നു എന്ന് ചോദിച്ചാൽ ഏതിനകത്താണ് വരുന്നത്? ഏതിനകത്താണ് വരുന്നത്? പ്രൈമറി പ്രിവെൻഷനകത്താണ് ഏത് വരുന്നത്? യൂസ് ഓഫ് സ്പെസിഫിക് ഇമ്മ്യൂണൈസേഷൻ വരുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ വരുന്നത് ഏതിലാണ്? പ്രൈമറി പ്രിവെൻഷനിലാണ് എന്ത് വരുന്നത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ വരുന്നത്. ഇനി
അടുത്ത ഏതാണ്? കീമോ പ്രൊഫൈലാക്സിസ്. എന്താണ്? ആ ഒരു ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പ്രിവെൻഷൻ ഓഫ് ഒക്യുറൻസ് ഓഫ് ഡിസീസ്, അതിനാണ് എന്തെന്ന് പറയുന്നത്? കീമോ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. എന്താണ്? കോളറ വരാതിരിക്കാൻ നമ്മൾ എന്ത് കൊടുക്കും? ടെട്രാസൈക്ലിൻ കൊടുക്കും. പിന്നെ ഏതാണ്? ഡാപ്സോൺ. ഡാപ്സോണിനകത്ത് എന്താണ്? ലെപ്രസിക്ക് വേണ്ടി കൊടുക്കുന്ന മരുന്നാണ് ഡാപ്സോൺ. അത് കണക്ക് മലേറിയയ്ക്ക് വേണ്ടി കൊടുക്കുന്ന മരുന്നാണ് ക്ലോറോക്യുനൈൻ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഡിസീസുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആക്ഷനാണ് എന്തെന്ന് പറയുന്നത്? കീമോ പ്രൊഫൈലാക്സിസ്. അപ്പം പ്രിവെൻഷൻ ഓഫ് ഒക്യുറൻസ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഇതിൽ വരുന്ന മെഷറാണ്? പ്രൈമറി പ്രിവെൻഷനകത്ത് വരുന്ന മെഷറാണ്. പിന്നെ ഏതാണ്? യൂസ് ഓഫ് സ്പെസിഫിക് ന്യൂട്രിയൻസ്, വൈറ്റമിൻ എ ഫോർ ചിൽഡ്രൻ, അയൺ ആൻഡ് ഫോളിക് ടാബ്ലറ്റ്സ് ഫോർ പ്രഗ്നന്റ് മദർ. കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ സ്പെസിഫിക് ന്യൂട്രിയൻസ് കൊടുക്കുന്നത് ഏതിനകത്താണ്? അല്ലെങ്കിൽ വൈറ്റമിൻ എ ചിൽഡ്രന് കൊടുക്കുന്നത് ഏതിൻ്റെ ഇതിൽ വരുന്നതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രൈമറി പ്രിവെൻഷൻ ആണ്. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് പ്രഗ്നന്റ് വുമണിന് കൊടുക്കുന്നത് ഏതിനകത്താണ്? പ്രൈമറി ആണ്. മനസ്സിലായോ? ഇനി പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആക്സിഡൻറ്റ്സ്, യൂസ് ഓഫ് ഹെൽമെറ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ് വിൽ ബി ദ മെഷേഴ്സ് ഫോർ ഏതിനകത്ത് വരുന്നതാണ്? പ്രൈമറി പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആക്സിഡൻറ്റ്സ്. പിന്നെ ഏതാണ്? പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്. ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് അതായത് എന്താ പറയുന്നത്? കമ്പനിയിലും അതേപോലെ തന്നെ ഈ പറയുന്ന കെട്ടിടം പണിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ എന്താണ്? പ്രോപ്പറായിട്ടുള്ള എന്താ പറയുന്നത് പ്രൊട്ടക്ഷൻ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അല്ലേ. അവർക്ക് എന്താ ആ ഒരു എന്താ പറയുന്നത് ആക്സിഡൻസും കാര്യങ്ങളും എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനും എല്ലാത്തിനുമുള്ള അല്ലെങ്കിൽ അതിനുള്ള എന്താ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും റീഫണ്ടുകളും കാര്യങ്ങളും എല്ലാം കോമ്പൻസേഷനുകളും ഒക്കെ കിട്ടുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലേ. അപ്പം അതെല്ലാം വരുന്നത് ഏതിനകത്താണ്? ഈ പ്രൈമറി പ്രിവെൻഷനകത്താണ് ഇതെല്ലാം വരുന്നത്. ഏതാണ്? ഒക്യുപ്പേഷണൽ, അതായത് ഒക്യുപ്പേഷണൽ ഹെൽത്ത്, അതിൻ്റെ ഇത് വരുന്നത് ഏതിനകത്താണ്? പ്രൈമറി പ്രിവെൻഷനകത്താണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി അടുത്ത ഏതാണ്? അവോയ്ഡൻസ് ഓഫ് അലർജൻസ്. നമ്മൾ അലർജൻസിനെ അവോയ്ഡ് ചെയ്യുക. നമുക്കറിയാം ഇന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അലർജിയാണ്. ഡസ്റ്റ്, പോളൻസ്, ഇതെല്ലാം നമുക്ക് അലർജിയാണ്. അതുമൂലം നമുക്കിതുണ്ടാകും. അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ഫുഡ് കഴിക്കുന്നത് നമുക്ക് അലർജിയാണ്. അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നത് എന്തിനാണ്? ആ ഒരു ഡിസീസ് ഉണ്ടാവാതിരിക്കാനല്ലേ. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി പ്രിവെൻഷനാണ്. പിന്നെ ഏതാണ്? പ്രൊട്ടക്ഷൻ ഫ്രം എയർ പൊല്യൂഷൻ. എന്താണ്? പ്രോപ്പറായിട്ട് നമ്മൾ മാസ്കും കാര്യങ്ങളും എല്ലാം വിയർ ചെയ്ത് നമുക്ക് എന്താ എയർ പൊല്യൂഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? അത് പ്രിവെൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ളതും ഏതിനകത്താണ് വരുന്നത്? പ്രൈമറി പ്രിവെൻഷനകത്താണ് അതും വരുന്നത്. ഇനി അടുത്ത ഏതാണ്? കൺട്രോൾ ഓഫ് കൺസ്യൂമർ പ്രോഡക്റ്റ്. കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? പ്രോപ്പർ ക്വാളിറ്റിയിലും പ്രോപ്പർ പ്രൈസിലും എന്താ പറയുന്നത് ക്വാണ്ടിറ്റിയിലും ഒക്കെ നമ്മൾ കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? കൺട്രോൾ ഓഫ് കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഏതാ? ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി. ക്വാളിറ്റി അതായത് നമ്മൾ കൊടുക്കുന്ന ഓരോ സാധനങ്ങൾക്കും അതിൻ്റെ എന്താ പറയുക ചില ഇതിനകത്തൊക്കെ ISI മാർക്കൊക്കെ നമ്മൾ നോക്കും അല്ലേ, ചില പ്രോഡക്റ്റുകൾക്കൊക്കെ. അപ്പം ISI എന്താ പറയുന്നത് ആ ഒരു എന്താ പറയുന്നത് മാർക്ക് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് എന്താണെന്നാണ് പറയുന്നത്? അത്രയും കൂടെ ക്വാളിറ്റി ഉള്ള സാധനമാണ്, അത്രയും കൂടെ സേഫ് ആയിട്ടുള്ള സാധനമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിനാണ് എന്തെന്ന് പറയുന്നത്? ഈ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തിനകത്ത് വരുന്നതാണ്? പ്രൈമറി പ്രിവെൻഷനകത്ത് വരുന്നതാണ് അല്ലേ. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഒരു ഡിസീസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സിനാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് എന്താ പറയുന്നത് കമ്പോണൻസ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷനും അല്ലേ. അപ്പം ഇതെല്ലാം വരുന്നത് എന്തിനകത്താണ്? ഈ പ്രോപ്പർ എന്താ പറയുന്നത് സപ്ലൈ ഓഫ് ന്യൂട്രിയൻസ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആക്സിഡൻറ്റ്സ്, ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്, പിന്നെ എന്താണ് എയർ പൊല്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, കൺട്രോൾ ഓഫ് കൺസ്യൂമർ പ്രോഡക്റ്റ്, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി, ഇതെല്ലാം വരുന്നത് ഏതിനകത്താണ്? പ്രൈമറി പ്രിവെൻഷനകത്താണ്. ക്ലിയർ ആയോ? അടുത്ത എന്താണ്? ദ WHO ഹാസ് റെക്കമെൻഡഡ് ദ ഫോളോയിങ് അപ്രോച്ചസ് ഫോർ പ്രൈമറി പ്രിവെൻഷൻ ഓഫ് ക്രോണിക് ഡിസീസ് വെയർ ദ റിസ്ക് ഫാക്ടേഴ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. ഇപ്പോൾ ഒരു റിസ്ക് ഫാക്ടർ എന്തെങ്കിലും ഉണ്ട്, ആ ഒരു ക്രോണിക് ഡിസീസ് എന്താണ് വരാതിരിക്കാനുള്ള എന്താ പറയുക അപ്രോച്ചസ് ആയിട്ട് WHO റെക്കമെൻഡ് ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്നെന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ മാസ് സ്ട്രാറ്റജി എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ എന്താണ് പോപ്പുലേഷൻ മാസ് സ്ട്രാറ്റജി ഉണ്ട്, ഹൈ റിസ്ക് സ്ട്രാറ്റജി ഉണ്ട്. അതിനകത്ത് പോപ്പുലേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈസ് ഡയറക്റ്റഡ് അറ്റ് ദ ഹോൾ പോപ്പുലേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻഡിവിജ്വൽ റിസ്ക്
ടു ബ്രിങ് അബൌട്ട് സോഷ്യോ എക്കണോമിക് ബിഹേവിയറൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അതിനകത്ത് എന്താണ്, പോപ്പുലേഷൻ്റെ ബേസിലാണ് വരുന്നത്. അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസും ബിഹേവിയറൽ ചേഞ്ചസും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇതിനാണ് എന്തെന്ന് പറയുന്നത്, പോപ്പുലേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് അങ്ങനെയുള്ള ഇതിൽ ആ ഒരു ക്രോണിക് കണ്ടീഷൻ അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു അപ്രോച്ചസ് ആണ് അതിനകത്ത് പറയുന്നത്. ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്മോൾ റിഡക്ഷൻ ഇൻ ദ ആവറേജ് ഓറൽ ഹൈജീൻ ഫോർ ഓഫ് എ പോപ്പുലേഷൻ വുഡ് പ്രൊഡ്യൂസ് എ ലാർജ് റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഡെൻ്റൽ കാരിയേഴ്സ് അല്ലേ. അതായത് പ്രോപ്പറായിട്ടുള്ള ഓറൽ ഹൈജീൻ അവർ എന്താ പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അവിടെ ഡെൻ്റൽ കാരിയേഴ്സ് എന്നുള്ള ഇൻസിഡൻസ് അവിടെ എന്ത് ചെയ്യും, വളരെ കുറവായിരിക്കും. ലാർജ് റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഡെൻ്റൽ കാരിയേഴ്സ്. പിന്നെന്താ പറയുന്നത്, ഹൈ റിസ്ക് സ്ട്രാറ്റജി എയിംസ് ടു ബ്രിങ് പ്രിവെൻറ്റീവ് കെയർ ടു ഇൻഡിവിജ്വൽസ് അറ്റ് സ്പെഷ്യൽ റിസ്ക്. ഇതിനകത്ത് എന്ത് പറയുന്നത്, സ്പെഷ്യൽ റിസ്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ പ്രിവെൻറ്റീവ് കെയറിനാണ് എന്തെന്ന് പറയുന്നത്, ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദിസ് റിക്വയർസ് ഡിറ്റക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ അറ്റ് ദ റിസ്ക് ബൈ ദ ഒപ്റ്റിമം യൂസ് ഓഫ് ക്ലിനിക്കൽ മെത്തേഡ്സ്. അതായത് കറക്റ്റ് ഒപ്റ്റിമം ക്ലിനിക് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ഒപ്റ്റിമം യൂസ് ഓഫ് ക്ലിനിക്കൽ മെത്തേഡ്സിൽ എന്ത് ചെയ്യാണ്, അവർക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാണ്, ആ ഇൻഡിവിജ്വൽസിനെ ഡിറ്റക്റ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഹൈ റിസ്ക് അല്ലെങ്കിൽ ആ ഒരു ഡിറ്റക്ഷൻ മെത്തേഡ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹൈ റിസ്ക് സ്ട്രാറ്റജി ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ട് പിടിക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആക്ഷൻ വിച്ച് ഹോൾട്ട് ദ പ്രോഗ്രസ് ഓഫ് എ ഡിസീസ് അറ്റ് ഇറ്റ്സ് ഇൻസിപ്പിയൻറ്റ് സ്റ്റേജ് ആൻഡ് പ്രിവെൻറ്റ്സ് കോംപ്ലിക്കേഷൻ. അതായത് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും ഏതിനകത്ത് വരുന്നതാണ്, സെക്കൻഡറി പ്രിവെൻഷനകത്ത് വരുന്നത്. എല്ലാ തരത്തിലുള്ള എന്താണ് സ്ക്രീനിങ് ടെസ്റ്റുകളും എന്താണ് ഏതിനകത്ത് വരുന്നതാണ്, സെക്കൻഡറി പ്രിവെൻഷനകത്ത് വരുന്നതാണ്. എന്താണ്, ഓൾ സ്ക്രീനിങ് ടെസ്റ്റ്. അതായത് ഡിസീസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം, മനസ്സിലായോ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആക്ഷൻ വിച്ച് ഹോൾട്ട് ദ പ്രോഗ്രസ് ഓഫ് ഡിസീസ്. നമ്മൾ എന്താണ് പ്രോഗ്രസ് ഓഫ് ഡിസീസിനെ ഹോൾട്ട് ചെയ്യാൻ വേണ്ടി, അവിടെ നിർത്താൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന ആക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട് അല്ലേ. ബ്രസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്ത് കൊടുക്കാം അല്ലേ. പിന്നെ ഈ പറയുന്ന ചില മെഡിക്കൽ ക്യാമ്പുകളൊക്കെ വരത്തില്ലേ, മെഡിക്കൽ ക്യാമ്പുകളൊക്കെ എന്ന് പറയുന്നത് ഈ സ്ക്രീനിങ് ടെസ്റ്റിന് പറയുന്നതാണ് അല്ലേ. അതായത് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാനോ അതുപോലൊക്കെ തന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, പലതരത്തിലുള്ള പ്രോഗ്രാമുകളുടെ ഇത് വരുന്നുണ്ട് അല്ലേ. എന്തുവാ, വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, പൾസ് പോളിയോ പ്രോഗ്രാം, പിന്നെന്തുവാണ് അയഡിൻ ഡെഫിഷ്യൻസി അല്ലെ അയഡിൻ കൺട്രോൾ പ്രോഗ്രാം, അങ്ങനെയൊക്കെ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹെൽത്ത് പ്രോഗ്രാംസുകളുണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി പ്രിവെൻഷനകത്ത് വരുന്നത്. എല്ലാ പ്രോഗ്രാമുകളും സ്ക്രീനിങ് ടെസ്റ്റുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ക്യാമ്പുകൾ, സെൽഫ് എക്സാമിനേഷനുകൾ, പാപ്സ്മിയർ എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കാൻ, സെർവിക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് അല്ലേ. അതിനാണ് എന്തെന്ന് പറയുന്നത്, പാപ്സ്മിയർ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഡയറക്റ്റ് ഒബ്സർവ്ഡ് എന്താണ് ഷോർട്ട് ടേം തെറാപ്പി അല്ലേ. അതിനാണ് എന്തെന്ന് പറയുന്നത്, ഈ ഡോട്ട്സ് എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് 1980-ലാണ്. എന്തിനു വേണ്ടിയാണ്, ട്യൂബർക്ലോസിസിന് അല്ലേ. പൾമണറി ട്യൂബർക്ലോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഡോട്ട്സ് എന്ന് മനസ്സിലായോ. അപ്പം ഇതിനകത്ത് എന്താ പറയുന്നത്, ഓൾ ടൈപ്പ് ഓഫ് സ്ക്രീനിങ് ടെസ്റ്റ്, സ്ക്രീനിങ് ലൈക്ക് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, പാപ്സ്മിയർ എക്സാമിനേഷൻ, ഹെൽത്ത് ക്യാമ്പ്സ്, മെഡിക്കൽ ക്യാമ്പ്സ്, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം, ഡോട്ട്സ്, ഇതെല്ലാം വരുന്നത് എന്തിനകത്താണ്, സെക്കൻഡറി പ്രിവെൻഷനകത്താണ് വരുന്നത്. എല്ലാ സ്ക്രീനിങ് ഇതും വരുന്നുണ്ട്. പിന്നെ ക്യാമ്പുകളെല്ലാം മെഡിക്കൽ ക്യാമ്പ്, ഹെൽത്ത് ക്യാമ്പ് എല്ലാം വരുന്നുണ്ട്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് വരുന്നുണ്ട്, ഡോട്ട്സ് വരുന്നുണ്ട്. ഇതെല്ലാം എന്തിനകത്ത് വരുന്നതാണ്, സെക്കൻഡറി പ്രിവെൻഷനകത്ത് വരുന്നത്. അതായത് എന്താ അതിനകത്ത് നമ്മൾ പറയുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്, ഏർലി ഡയഗ്നോസിസ് ആൻഡ്
ട്രീറ്റ്മെൻറ്റ്, ഏർലി ഡയഗ്നോസിസ്, നമുക്ക് എന്താ ആ ഒരു ഡിസീസ് കണ്ടീഷൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം. അതിനകത്ത് എന്താണ് വരുന്നത്? സ്ക്രീനിങ് ടെസ്റ്റ് വരുന്നുണ്ട്, കേസ് ഫൈൻഡിങ് വരുന്നുണ്ട്, ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, പാപ്സ്മിയർ ടെസ്റ്റ്, റേഡിയോഗ്രാഫിക് എക്സാമിനേഷൻസ് എല്ലാം വരുന്നത് എന്തിനകത്താണ്? ഈ പറയുന്ന ഏർലി ഡയഗ്നോസിസിനകത്താണ്. അപ്പോൾ ഏർലി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? സെക്കൻഡറി പ്രിവെൻഷനകത്ത് വരുന്നതാണ്. പിന്നെന്താണ്? അഡിക്വേറ്റ് ട്രീറ്റ്മെൻറ്റ്. നമ്മളത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ഡിസീസിൻ്റെ പ്രോഗ്രസ്സിനെ ഹാൾട്ട് ചെയ്യുമല്ലേ. അപ്പോൾ എന്താണ് അത് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. അതിനുശേഷം എന്താണ്? പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെഫറൽ ഉണ്ട്. റെഫറൽ എന്ന് പറഞ്ഞാൽ ഏത് ഡോക്ടറിനെ കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ട്രീറ്റ്മെൻറ്റിനെ ക്യൂർ ചെയ്യുന്നത്, ആ ഒരു പ്രോഗ്രസ്, ആ ഒരു ഡിസീസിൻ്റെ പ്രോഗ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറയ്ക്കുന്നത്. മനസ്സിലായോ? അതിനാണ് എന്തെന്ന് പറയുന്നത്? റെഫറൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ടേർഷറി പ്രിവെൻഷൻ്റെ കാര്യങ്ങൾ മനസ്സിലായോ? എല്ലാ തരത്തിലുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, പിന്നെ മെഡിക്കൽ ക്യാമ്പ്, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, ഡോട്ട്സ്, റേഡിയോളജിക്കൽ എക്സാമിനേഷൻ, പാപ്സ്മിയർ, പിന്നെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, ഇതെല്ലാം വരുന്നത് ഏതിനകത്താണ്? സെക്കൻഡറി പ്രിവെൻഷനകത്താണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ടേർഷറി പ്രിവെൻഷൻ. ടേർഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ ഡിസീസ് പ്രോസസ് ഹാസ് അഡ്വാൻസ്ഡ് ബിയോണ്ട് ഇറ്റ്സ് ഏർലി സ്റ്റേജസ്. അപ്പം എന്താണ് ടേർഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്? എന്താണ്? ആ ഒരു ഡിസീസ് ഭയങ്കരമായിട്ട് അഡ്വാൻസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഏർലി സ്റ്റേജിൽ നിന്നല്ല അതിങ്ങ് പോകുന്നു. ഇപ്പോൾ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ 3rd സ്റ്റേജ് അല്ലെങ്കിൽ 4th സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രിവെൻറ്റീവ് ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ടേർഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് defined as all measures available to reduce or limit the impairment and disabilities and to promote the patient's adjustment to irremediable conditions. മനസ്സിലായോ? അതിനാണ് എന്തെന്ന് പറയുന്നത്? ടേർഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി എന്താണ്? ഇൻ്റർവെൻഷൻ ഷുഡ് ബി അക്കംപ്ലിഷ്ഡ് ടു ദ സ്റ്റേജസ് ഓഫ് ടേർഷറി പ്രിവെൻഷൻ ആർ ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇതിനകത്തെന്ന് പറയുന്നത് എന്താണ്? ഈ 2 കാര്യങ്ങളാണ്. അതായത് ഡിസബിലിറ്റി ലിമിറ്റേഷനും റീഹാബിലിറ്റേഷനും. അതായത് ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഡിസബിലിറ്റിയെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്? ഒരു ലിമിറ്റായിട്ടുള്ള രീതിയിൽ ആ പേഷ്യൻറ്റിന് എന്താ പറയുന്നത്? ഒരു റീസ്റ്റോറേഷനായിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ഇതിനകത്ത് വരുന്നതാണ്, എന്തിനകത്ത് പറയുന്നത്? ടേർഷറി പ്രിവെൻഷനകത്ത് വരുന്നത്. എന്താണ് അതിനകത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? പേഷ്യൻറ്റിനെ എന്താണ്? ഒരു ഡിസബിലിറ്റി ലിമിറ്റേഷനും റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം എന്താ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ 4th സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പാലിയേറ്റീവ് കെയറിലോട്ടൊക്കെ കൊടുക്കും അല്ലേ. അതൊക്കെ എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷനാണ്. അതേപോലെ ഓർത്തോപീഡി ഇപ്പോൾ എന്താണ് ഒരുപാട് ആംബ്യൂട്ടേഷനൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് എന്താ പറയുന്നത്, അവർക്കൊരു ഡിസബിലിറ്റി ആണ് അല്ലേ, അവർക്കൊരു ഡിസബിലിറ്റിയാണ് അത് വന്നേക്കുന്നത്. അപ്പം അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഇത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ടേർഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻ്റർവെൻഷൻസ് ആണ് എന്തിനകത്ത് വരുന്നത്, റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം എന്താണ് അതിനകത്ത് വരുന്ന ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഇങ്ങനെയാണല്ലേ, ഒരു ഡിസീസ് വന്നു, അത് ഇമ്പയർമെൻ്റ് ആയി, പിന്നെ അത് എന്താണ് ഡിസബിലിറ്റിയിലോട്ട് പോയി, പിന്നെ അത് ഹാൻഡിക്യാപ്പ് ആവും. ഇതിനാണ് എന്തെന്ന് പറയുന്നത് ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് എന്താണ്, ഒരു ഡിസീസ് വന്നു. ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ ഓഫൺ നോൺ ടു ബി മെഡിക്കൽ കണ്ടീഷൻ ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് സിംറ്റംസ് ആൻഡ് സയൻസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഇമ്പയർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോസ് ഓർ അബ്നോർമാലിറ്റി ഓഫ് ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, അനാട്ടമിക്കൽ സ്ട്രക്ചർ ഓർ ഫങ്ഷൻ ആണല്ലോ. ഒരു വ്യക്തിയുടെ ഫിസിയോളജിക്കലായിട്ടും മാനസികമായും ശാരീരികമായും പിന്നെന്താണ് അനാട്ടമിക്കൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്ത് സംഭവിച്ചാലും, അതിനൊരു ലോസ് സംഭവിച്ചാലും, ഇമ്പയർമെൻറ്റ് സംഭവിച്ചാലും, അബ്നോർമാലിറ്റി സംഭവിച്ചാലും എല്ലാം എന്തെന്ന് തന്നെയാണ് പറയുന്നത്, ഇമ്പയർമെൻ്റ് എന്നാണ് പറയുന്നത്. പിന്നെന്താണ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലാക്ക് ഓഫ് എബിലിറ്റി ടു പെർഫോം നോർമൽ റേഞ്ച് അല്ലേ, നോർമൽ റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുന്ന
ആ ഒരു ഇതിനാണ് എന്തെന്ന് പറയുന്നത്, ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമനന്റ് ഡിസബിലിറ്റി ആണ് അല്ലേ. ആംപ്യൂട്ടേഷൻ അല്ലേ, ആംപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ്, പെർമനന്റ് ഡിസബിലിറ്റി ആണ്. അവർക്ക് പിന്നെന്താണ് അതിനൊരു ഒരു 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 റീഹാബിലിറ്റേറ്റീവ് മെത്തേഡ് നമുക്ക് എന്താണ് പറയാം, ആർട്ടിഫിഷ്യൽ ലിംബ് നമുക്ക് അവർക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് ഒരു എന്താണ് റീഹാബിലിറ്റേഷൻ മെത്തേഡായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. ക്ലിയർ ആയോ? ഇനി അടുത്ത എന്താണ്, റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പൈൻഡ് ആൻഡ് കോർഡിനേറ്റഡ് യൂസ് ഓഫ് മെഡിക്കൽ, സോഷ്യൽ, എഡ്യൂക്കേഷണൽ, വൊക്കേഷണൽ മെഷേഴ്സ് ഫോർ എന്താണ്, എന്തിനുള്ളതാണ്, ട്രെയിനിങ് ആൻഡ് റീട്രെയിനിങ് ദ ഇൻഡിവിജ്വൽസ് ടു ദ ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് ഫങ്ഷണൽ എബിലിറ്റി. ആ ഒരു പേഷ്യൻറ്റിനെ അവരുടെ ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് ഫങ്ഷണൽ എബിലിറ്റിയിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അത് എത്ര തരത്തിലുണ്ട്, മെഡിക്കൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്, പിന്നെ എന്താണ് റീസ്റ്റോറിങ് ദ ബോഡി ഫങ്ഷൻ അല്ലെ, വൊക്കേഷണൽ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, റീസ്റ്റോറേഷൻ ഓഫ് ദ കപ്പാസിറ്റി ടു ഏൺ എ ലൈവ്ലിഹുഡ്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, റീസ്റ്റോറേഷൻ ഓഫ് ഫാമിലി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. പിന്നെ എന്താണ്, സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ, റീസ്റ്റോറേഷൻ ഓഫ് പേഴ്സണൽ ഡിഗ്നിറ്റി ആൻഡ് കോൺഫിഡൻസ്. അപ്പം ഇതിനകത്തെന്ന് പറയുന്നത് എന്താണ്, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്. ചിലവർക്ക് ജോലിയിലൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് അവർക്ക് എന്താണ് അവരുടെ ജോലിയും കാര്യങ്ങളും ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളിൽ നമ്മൾ കൊടുക്കുന്ന റീഹാബിലിറ്റേഷൻ മെത്തേഡാണ് വൊക്കേഷണൽ എന്ന് പറയുന്നത്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യലി അവർ ഇപ്പം ഈ ആൽക്കഹോളിസം അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് സോഷ്യലി വിഡ്രോവലായി പോകും അവർ അല്ലേ. അങ്ങനെയുള്ള സമയത്ത് ഫാമിലിയുടെയും സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെയും ബേസിൽ അവരെ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, പുതിയൊരു ലൈഫ്, അവർക്കൊരു റീസ്റ്റോർ ലൈഫ് അവരെ എന്താണ് പ്രോപ്പറായിട്ടുള്ള കൗൺസിൽ വഴിയും എഡ്യൂക്കേഷൻ വഴിയൊക്കെ അവർക്ക് എന്ത് ചെയ്യാണ്, അത് റീഗെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏതാണ്, സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മാനസികമായിട്ട് അവർക്കുള്ള എന്താണ്, ചിലവർക്ക് അവരുടെ കോൺഫിഡൻസും അതേപോലെ ഡിഗ്നിറ്റി ഒക്കെ നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലേ, പലതരത്തിലുള്ള സൈക്യാട്രിക് കണ്ടീഷനുകളൊക്കെ വന്ന്. അപ്പം അങ്ങനെയുള്ള സമയത്ത് കൊടുക്കുന്ന റീഹാബിലിറ്റേഷനാണ് എന്തെന്ന് പറയുന്നത്, സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്, ഈ റീഹാബിലിറ്റേഷൻ്റെ അണ്ടറിൽ വരുന്നത്. അടുത്ത ഏതാണ്, കോർട്ടിനറി പ്രിവെൻഷൻ. കോർട്ടിനറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്ത ആളെന്ന് പറയുന്നത് മാർക്ക് ജാമോൾ എന്ന് പറയുന്ന ആളാണ്. ആരാണ്, മാർക്ക് ജാമോൾ എന്ന് പറയുന്ന ആളിനാണ് എന്തെന്ന് പറയുന്നത്, കോർട്ടിനറി പ്രിവെൻഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പം ഇതിനകത്ത് എന്താണ്, ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഹെൽത്ത് ആക്ടിവിറ്റീസ് ടു മിറ്റിഗേറ്റ് ഓർ അവോയ്ഡ് ദ കോൺസിക്വൻസസ് ഓഫ് അൺനെസസറി എക്സാമിൻ ഇൻ്റർവെൻഷൻസ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് ആക്ഷൻ ടു ട്രീറ്റ് ഓവർ മെഡിക്കലൈസേഷൻ. അതായത് എന്താണ്, ആവശ്യമില്ലാതെ അൺനെസസറി ആയിട്ട് നമ്മൾ പലതരത്തിലുള്ള എക്സാമിനുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് എന്താണ് നമ്മൾ അതിനെല്ലാത്തിനും എന്താണ് മരുന്നുകളും കാര്യങ്ങളും ഓവർ മെഡിക്കലൈസേഷൻ, അതിനാണ് പറയുന്നത് എന്തെന്ന് പറയുന്നത്, കോർട്ടിനറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതായത് ഓവറായിട്ട് നമ്മൾ ഒരു ഹെൽത്ത് സിസ്റ്റത്തിനെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ആ അസുഖം ഉണ്ടാവരുത് ഈ അസുഖം ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണ് അതിന് എതിരായിട്ട് എന്ത് ചെയ്യണം, മരുന്ന് ഓവറായിട്ട് മെഡിസിനൊക്കെ കഴിച്ച് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ഇതിനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വരാതിരിക്കുന്നതിനുള്ള പ്രിവെൻഷനാണ് എന്തെന്ന് പറയുന്നത്, കോർട്ടിനറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടി പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആൻഡ് കോർട്ടിനറി ഞാൻ ഇട്ടേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രൈമറിക്കകത്ത് നമ്മൾ പറയുന്ന അവോയ്ഡ് എ ഹെൽത്ത് പ്രോബ്ലം ബിഫോർ ഇറ്റ് റൈസ് ആണല്ലോ. ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകുന്നതിന് മുൻപ് നമ്മൾ അത് എന്ത് ചെയ്യാണ്, അവോയ്ഡ് ചെയ്യാണ്. ഇപ്പം എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രൊമോട്ട് ബോൺ ഹെൽത്ത് ഇൻ ദ പോപ്പുലേഷൻ. നമ്മൾ എന്താണ് അവർ ഈ ക്യാമ്പയിനൊക്കെ കൊടുത്തിട്ട് എന്താ പറയുന്നത്, ഇത്ര ആൾ ആവുമ്പോൾ എന്താ പറയുന്നത് ബോൺ ഹെൽത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ചെയ്യുക. അതിനാണ് എന്തെന്ന് പറയുന്നത്, പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിറ്റക്ട് ദ ഹെൽത്ത് പ്രോബ്ലംസ് അറ്റ് ആൻ ഏർലി സ്റ്റേജ് റെഡ്യൂസിങ് ലോങ് ടേം എഫക്റ്റ്. നമ്മൾ ആ ഒരു എന്താ പറയുന്നത് ഹെൽത്ത് പ്രോബ്ലംസിനെ അതിൻ്റെ ആ ഒരു ഏർലി സ്റ്റേജ് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡയഗ്നോസ് ചെയ്താണ് അല്ലേ. അതിനാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയും. ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അതായത് ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഓസ്റ്റിയോപോറോസിസ് ഇൻ പേഷ്യൻസ് അറ്റ് റിസ്ക്.
മനസ്സിലായോ? അപ്പം ഈ ഒരു ഇത് ഉണ്ടാവാതിരിക്കാൻ, ഈ ഒരു ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കും അല്ലേ? എന്താണ് പ്രോപ്പറായിട്ട് എന്താ പറയുന്നത്, കാൽസ്യം റിച്ച് ഫുഡുകൾ കഴിക്കാൻ പറയണം, മിൽക്ക്, എഗ്ഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറയാം. അങ്ങനെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പ്രൈമറി പ്രിവെൻഷനിലാണ്. ഇനി അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? ആ ഡിസീസ് പ്രോഗ്രസ് ആവാതെ എന്ത് ചെയ്യാണ്? അതിനെ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇനി ടേർഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാലോ എന്താണ്? റെഡ്യൂസ് ദ ക്രോണിക് എഫക്റ്റ് ഓഫ് എ ഹെൽത്ത് പ്രോബ്ലം. നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ക്രോണിക് എഫക്റ്റ്, ഹെൽത്ത് പ്രോബ്ലത്തിനെ, ക്രോണിക് എഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടേർഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ടേർഷറി പ്രിവെൻഷനകത്ത് എന്താണ് വരുന്നത്? സ്ക്രീനിങ് ടെസ്റ്റുകളാണ് എന്തിനകത്ത് വരുന്നത്? ഈ പറയുന്ന ടേർഷറി പ്രിവെൻഷനകത്ത് വരുന്നത്. അപ്പോൾ എന്താണ്? പ്രിവെന്റ് ഫർദർ ഫ്രാക്ചേഴ്സ് ഇൻ പേഷ്യൻസ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് ഓസ്റ്റിയോപോറോസിസ്. ഇനി കോട്ടണറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിഫൈ ദ പേഷ്യൻറ്റ് അറ്റ് റിസ്ക് ഓഫ് ഓവർ മെഡിക്കലൈസേഷൻ. എന്താണ്? പേഷ്യൻറ്റിന് ആ ഒരു ഓവർ മെഡിക്കലൈസേഷൻ്റെ റിസ്ക് എന്ത് ചെയ്യാണ്? ഐഡന്റിഫൈ ചെയ്ത് അതെന്ത് ചെയ്യാണ്? പ്രിവെൻറ്റ് ചെയ്യാണ്. അപ്പം എക്സാമ്പിൾ ഏതാണ്? പ്രിവെൻറ്റ് ദ യൂസ് ഓഫ് ആൻറ്റിസ്റ്റീരോപ്രോസിസ് മെഡിക്കേഷൻ ഇൻ ഗ്രൂപ്പ്സ് ഹു വിൽ നോട്ട് ബെനിഫിറ്റ് ഫ്രം ദ ട്രീറ്റ്മെൻറ്റ്. അതായത് ചിലവർക്ക് ഈ ചില സ്റ്റീറോയിഡ് മെഡിക്കേഷൻസ് കൊടുക്കും. ഈ ഒരു ഓസ്റ്റിയോപോറോസിസ് ഒക്കെ മെയിൻറ്റെയിൻ അല്ലെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചിലവർ എന്ത് ചെയ്യും? ആ ഒരു സ്റ്റീറോയിഡ് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കും. അതെന്ന് പറയുന്നത് ആ പേഷ്യൻറ്റിന് ആ ഒരു മെഡിക്കേഷൻ കൊണ്ട് യാതൊരു യൂസുകളും കാണത്തില്ല, ആ ഒരു മെഡിക്കേഷൻ കൊണ്ട് കാണത്തില്ല. പകരം എന്താണ്? അവരുടെ ശരീരത്ത് ആ ഒരു മെഡിക്കേഷൻ്റെ ഓവർ യൂസ് ആവുകയും ചെയ്യും. അതിനാണ് എന്തെന്ന് പറയുന്നത്? കോട്ടണറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം പ്രൈമറി പ്രിവെൻഷൻ, പിന്നെന്താണ്? സെക്കൻഡറി പ്രിവെൻഷൻ, ടേർഷറി പ്രിവെൻഷൻ ആൻഡ് കോട്ടണറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്? പ്രോപ്പറായിട്ടുള്ള ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ടേർഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും? അത് ആ ഒരു എന്താ പറയുന്നത് ഇത് വന്നിട്ട് എന്താണ്? അവർക്ക് പ്രോപ്പറായിട്ട് സ്ക്രീനിങ് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ടേർഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടണറി പ്രിവെൻഷനകത്ത് എന്താണ്? ഒരു മെഡിക്കേഷൻ ഓവർ യൂസ് ആവാതിരിക്കാൻ വേണ്ടിയുള്ളത്. അപ്പം ഇതിനകത്ത് ഏത് കാര്യം മനസ്സിലായോ? പ്രൈമറി പ്രിവെൻഷനകത്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ വരും. സെക്കൻഡറി പ്രിവെൻഷനകത്ത് എന്താണ് വരുന്നത്? അതിനകത്ത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഏർലി ഡയഗ്നോസിസിനകത്ത് അതിനകത്ത് വരുമ്പം എന്താണ്? എല്ലാ തരത്തിലുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും ഏതിനകത്ത് വരും? ഈ പറയുന്ന സെക്കൻഡറി പ്രിവെൻഷനകത്ത് വരും. ടേർഷറി പ്രിവെൻഷനകത്ത് വരുമ്പം എന്താണ് വരുന്നത്? ഡിസബിലിറ്റിയാണ്. ഡിസബിലിറ്റി മാനേജ്മെൻറ്റും പിന്നെന്താണ്? റീഹാബിലിറ്റേഷനുമാണ് ഇതിനകത്ത് വരുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് എല്ലാ സ്ക്രീനിങ് ടെസ്റ്റുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ ഇതെല്ലാം ഇതിനകത്താണ് വരുന്നത്. സെക്കൻഡറി പ്രിവെൻഷൻ്റെ ഏർലി ഡയഗ്നോസിസിൻ്റെ ഇതിനകത്താണ് ഇതെല്ലാം വരുന്നത്. മനസ്സിലായോ? ഏർലി ഡയഗ്നോസിസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്ക്രീനിങ് ടെസ്റ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഹെൽത്ത് ക്യാമ്പ്, പിന്നെ ഡോട്ട്സ്, ഇതുവഴിയെല്ലാം എന്ത് വരുന്നത്? ഈ സ്ക്രീനിങ് ടെസ്റ്റുകളുടെ കാര്യങ്ങളെല്ലാം വരുന്നത്. മറന്നു പോകരുത്, പ്രൈമറി പ്രിവെൻഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴിയും സ്പെസിഫിക് പ്രൊട്ടക്ഷൻ വഴിയാണ്. അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ്, പിന്നെ സ്ക്രീനിങ് ടെസ്റ്റുകൾ വരുന്നത് സെക്കൻഡറി പ്രിവെൻഷനകത്താണ്. സെക്കൻഡറി പ്രിവെൻഷനകത്ത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, അതിനകത്താണ് ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ വരുന്നത്. ടേർഷറി പ്രിവെൻഷനകത്താണ് എന്ത് വരുന്നത്? ഡിസബിലിറ്റി ആൻഡ് റീഹാബിലിറ്റേഷൻ. ആൻഡ് കോട്ടണറി പ്രിവെൻഷനകത്താണ് എന്താണ്? പേഷ്യൻറ്റിനെ എന്ത് ചെയ്യാണ്? ഐഡൻറ്റിഫൈ ദ പേഷ്യൻ്റ് അറ്റ് റിസ്ക് ഓഫ് ഓവർ മെഡിക്കലൈസേഷൻ. അവർക്ക് ഓവറായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ടോ? അതായത് എന്താണ്? ഒരു ഡിസീസ് ഉണ്ടാവരുത് എന്ന് വെച്ച്, ഇപ്പം BP ഉണ്ടാവരുത് എന്ന് വെച്ചിട്ട് BPയുടെ ടാബ്ലറ്റുകൾ എടുത്ത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെ ചെയ്താൽ അത് എന്തായി പോവാണ്? ഓവർ മെഡിക്കേഷൻ ആയി പോവാണ്. അത് ശരീരത്തിന് അത് എന്ത് ചെയ്യും? വളരെ മോശമായിട്ട് അത് എന്ത് ചെയ്യും? പിന്നെ എന്താ പറയുന്നത്, അത് ഒക്യൂർ ചെയ്യും. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു സൈഡ് എഫക്റ്റുകളായിരിക്കും അങ്ങനെ വരുമ്പം കാണിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഇനി ഇതിനകത്ത് എന്താണ്? പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി. പ്രൈമോഡിയലിനകത്ത് ഫേസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് അണ്ടർലൈങ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ലീഡിങ് ടു കോസേഷൻ. അതിനകത്ത് എന്തൊക്കെ വരാം? എക്കണോമിക്കലോ സോഷ്യലോ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസോ, ഇതെല്ലാം എന്താണ് അതിനകത്ത്? അത് ഒരു ഡിസീസിൻ്റെ ഫേസിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താ? എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ കണ്ടീഷൻ ദാറ്റ് മിനിമൈസ് ഹസാർഡ്സ് ടു ഹെൽത്ത്. അതായത് ഹെൽത്ത് ഹസാർഡ്സ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ എയിം എന്ന് പറയുന്നത്.
പിന്നെന്താണ് അതിന് എന്തായിരിക്കും അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്? മെഷർ ദ ഇൻഹിബിറ്റ് ദ എമർജൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ എക്കണോമിക് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ കണ്ടീഷൻസ്. ടാർഗറ്റ് എന്താണ്? ടോട്ടൽ പോപ്പുലേഷൻ വരുന്നുണ്ട് അല്ലേ. ഇനി പ്രൈമറി പ്രിവെൻഷനകത്ത് എന്തോ വരുന്നത്? സ്പെസിഫിക് കോസിങ് ഫാക്ടർ ഉണ്ട് അല്ലേ. ഒരു പെർട്ടിക്കുലർ ഒരു പ്രത്യേക കാര്യങ്ങൾ കാണും ആ ഒരു ഡിസീസ് ഉണ്ടാവുന്നതിന്. അപ്പോൾ അതിനെ എന്ത് ചെയ്യാണ് നമ്മൾ എയിം എന്ന് പറയുന്നത്? അതിനെ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ബൈ പേഴ്സണൽ ആൻഡ് കമ്മ്യൂണിറ്റി എഫേർട്സ് സച്ച് ആസ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എൻഹാൻസ് ചെയ്യുക, ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുക, എലിമിനേറ്റിംഗ് എൻവയോൺമെൻറ്റൽ റിസ്ക്. ഇതെല്ലാം വരുന്നത് ഏതിനകത്താണ്? പ്രൈമറിയുടെ ഇതിനകത്താണ് വരുന്നത്. പിന്നെന്താണ്? അതും ടോട്ടൽ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആണ് നമ്മൾ മൊത്തത്തിലുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർലി സ്റ്റേജസ് ഓഫ് ഡിസീസ്. ഏർലി സ്റ്റേജസിനകത്ത് എന്താണ്? റെഡ്യൂസ് ദ പ്രിവലൻസ് ഓഫ് ഡിസീസ് ബൈ ഷോർട്ടണിങ് ഇറ്റ്സ് ഡ്യൂറേഷൻ. നമ്മൾ കണ്ടുപിടിക്കുകയാണ്, ഡിസീസ് കണ്ടുപിടിച്ച് ആ ഒരു ഡിസീസിൻ്റെ പ്രോഗ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? തടസ്സം ചെയ്യുകയാണ് അല്ലേ. അതെങ്ങനെയാണ് വരുന്നത്? മെഷേഴ്സ് അവൈലബിൾ ടു ദ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ഫോർ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രോംപ്റ്റ് ഇൻ്റർവെൻഷൻസ്. എക്സാമ്പിൾ എന്താണ്? ത്രൂ ദ പ്രോപ്പർ സ്ക്രീനിങ് പ്രോഗ്രാം വരെ. അത് ഇൻഡിവിജ്വൽ വിത്ത് അതിനകത്തുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് എല്ലാവരും വരുമോ? ഇല്ല. എന്താണ്? ആ ടാർഗറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വരുത്തുള്ളൂ ആ ഒരു ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റിന്. ടേർഷറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിസീസ് ആണ് അല്ലേ. ആ ഒരു ഡിസീസിൻ്റെ ലേറ്റ് സ്റ്റേജിനാണ് എന്തെന്ന് പറയുന്നത്? ടേർഷറി എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് വരുന്നത്? ട്രീറ്റ്മെൻറ്റ്, റീഹാബിലിറ്റേഷൻ, അതായത് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് അല്ലേ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്. പിന്നെ എന്താ? റീഹാബിലിറ്റേഷൻ. അവിടെ എന്താണ് വരുന്നത്? റെഡ്യൂസ് ദ നമ്പർ ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് കോംപ്ലിക്കേഷൻ. കോംപ്ലിക്കേഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത് അല്ലേ. അതിനകത്ത് വരുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആക്ഷൻസ് എന്താണ്? എയിംഡ് അറ്റ് സോഫ്റ്റനിങ് ദ ഇമ്പാക്റ്റ് ഓഫ് ലോങ് ടേം ഡിസബിലിറ്റി, മിനിമൈസ് ദ സഫറിങ്, മാക്സിമൈസ് ദ പൊട്ടൻഷ്യൽ ഇയേഴ്സ് ഓഫ് യൂസ്ഫുൾ ലൈഫ് അല്ലേ. അവർക്കും ഇനി മുന്നോട്ടുള്ള നാളുകൾ അവരെ എന്ത് ചെയ്യാണ്? മാക്സിമം ഒരു പൊട്ടൻഷ്യലായിട്ട് അവരെ എന്ത് ചെയ്യാണ്? അവരെ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നടത്തുക എന്നുള്ളതാണ് അല്ലേ. അല്ലാതെ അയ്യോ നിനക്കിതാണ് അതുകൊണ്ട് നീ ഇനി ഇങ്ങനെ ചെയ്യരുത്, അങ്ങനല്ല. അവരെ എന്ത് ചെയ്യുക? മാക്സിമം പ്രൊമോട്ട് ചെയ്യുകയാണ് അല്ലേ. അവരുടെ സഫറിങ്സും കാര്യങ്ങളും എല്ലാം കുറച്ച് അവരെ മാക്സിമം മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏതിനകത്ത് വരുന്നത്? ടേർഷറിക്കകത്ത് പറയുന്നത്. അതിനകത്ത് ഏതാണ് ടാർഗറ്റ് വരുന്നത്? പേഷ്യൻസ് അച്ചീവ്ഡ് ത്രൂ റീഹാബിലിറ്റേഷൻ. പേഷ്യൻസ് ഉണ്ട്, പിന്നെന്താണ്? അവർക്ക് ആ റീഹാബിലിറ്റേഷൻ ആ ഒരു ഇത് അച്ചീവ് ചെയ്യുന്ന ആൾക്കാരും ഏതിനകത്ത് വരുന്നതാണ്? അതിനകത്തുള്ള ടാർഗറ്റിനകത്ത് വരുന്നതാണ്. ക്ലിയർ ആയോ? പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി. പ്രൈമോഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യലോ എക്കണോമിക്കോ എൻവയോൺമെൻറ്റോ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് ഒരു ഡിസീസ് ഉണ്ടായേക്കാം. അത് മനസ്സിലായോ? അതായിരിക്കും അതിൻ്റെ ഒരു കാരണം. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഹസാർഡിനെ എന്ത് ചെയ്യുക? കുറച്ചുകൊണ്ട് വരിക. മനസ്സിലായോ? പ്രൈമറി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് കോസേറ്റീവ് ഫാക്ടർ കാണും. അപ്പം നമ്മൾ അത് എന്ത് ചെയ്യാണ്? പ്രൈമറിക്കകത്ത് എന്താണ്? പ്രോപ്പറായിട്ട് ഇമ്മ്യൂണൈസേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്ത്, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷനും അതെല്ലാം കൊടുത്ത് അവരെ എന്ത് ചെയ്യാണ്? അവരെ പിന്നെന്താ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷനാണ് പ്രൈമറിക്കകത്ത് വരുന്നത്. ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് സെക്കൻഡറിക്കകത്ത്. ടേർഷറിക്കകത്ത് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ. കോർട്ടിനറി എന്ന് പറഞ്ഞാൽ എന്താണ്? കോർട്ടിനറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പേഷ്യൻ്റ് ഓവർ മെഡിക്കേഷൻ ആക്കാതെ, അല്ലെങ്കിൽ എന്താണ്? ഓവർ മെഡിക്കലൈസേഷനിലോട്ട് പോകാതെ, അല്ലെങ്കിൽ ഓവറായിട്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ അപ്രോച്ച് ചെയ്ത് എന്താണ്? വെറുതെ മരുന്നെടുത്ത് കഴിക്കാതെ ആ ഒരു ഇതിനാണ് എന്താന്ന് പറയുന്നത്? കോർട്ടിനറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇനി എന്തോ വരുന്നത്? ഇതിനകത്ത് നമ്മൾ ഇനി അടുത്തത് ഇതിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ എന്താണ്? ക്വസ്റ്റ്യൻസിലോട്ടാണ് പോകുന്നത്. അപ്പം ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അത് നിങ്ങൾ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കണം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ ഗോൾ ഓഫ് പ്രിവെൻഷൻ? ടു ക്യൂർ ഡിസീസ്, ടു റെഡ്യൂസ് ദ സഫറിങ്, ടു പ്രൊമോട്ട് ഹെൽത്ത്, ടു ട്രീറ്റ് ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. ഏതാണ് ഗോൾ ഓഫ് പ്രിവെൻഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്? എന്താണ്? ടു ക്യൂർ ദ ഡിസീസ് ആണോ? ടു റെഡ്യൂസ് ദ സഫറിങ് ആണോ? ടു പ്രൊമോട്ട് ഹെൽത്ത് ആണോ? ടു ട്രീറ്റ് ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ആണോ? ഏതാണ്? ഓഫ് കോഴ്സ് ഏതാണ് വരുന്നത്? ടു പ്രൊമോട്ട് ദ ഡിസീസ്, അല്ലെങ്കിൽ ടു പ്രൊമോട്ട് ദ ഹെൽത്ത്. ഡിസീസ് അല്ല, എന്താ പറയുന്നത്? ഹെൽത്ത്. അതാണ് എന്തെന്ന് പറയുന്നത്? ഒരു പ്രിവെൻഷൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്.
ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, വാക്സിനേഷൻ അഗെയിൻസ്റ്റ് മീസിൽസ്, ഏർലി ഡയഗ്നോസിസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ, ഫിസിയോതെറാപ്പി ഫോർ ഡിസബിലിറ്റി. ഏതാണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോർ എന്താണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. നമ്മൾ പറഞ്ഞല്ലോ മാസ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കണം എന്നുള്ളത് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഏതിനകത്താണ് വരുന്നത്? ഈ എന്താണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. വാക്സിനേഷൻ എഗെയിൻസ്റ്റ് മീസിൽസ്, വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ വരുന്നത് ഏതിനകത്താണ്? പ്രൈമറി പ്രിവെൻഷൻ ആണ്. ഏർലി ഡയഗ്നോസിസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ, ഏർലി ഡയഗ്നോസിസ് വരുന്നത് ഏതിനകത്താണ്? സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. ആണല്ലോ. ഫിസിയോതെറാപ്പി ഫോർ ഡിസബിലിറ്റി അത് ഏതിനകത്താണ് വരുന്നത്? ടേർഷറി പ്രിവെൻഷനകത്താണ് അല്ലേ? കറക്റ്റ് അല്ലേ? അടുത്ത ഏതാണ്? വിച്ച് ലെവൽ ഓഫ് പ്രിവെൻഷൻ ഫോക്കസ് ഓൺ പ്രിവെന്റിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ എ പോപ്പുലേഷൻ? പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആൻഡ് ടേർഷറി പ്രിവെൻഷൻ. ഏതിനകത്താണ് വരുന്നത്? പ്രൈമോഡിയൽ പ്രിവെൻഷനകത്താണ് എന്ത് വരുന്നത്? റിസ്ക് ഫാക്ടേഴ്സ്, ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലുള്ള റിസ്ക് ഫാക്ടറിന്റെ ഡെവലപ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുന്നത് ഏതിനകത്താണ് വരുന്നത്? പ്രൈമോഡിയൽ പ്രിവെൻഷനകത്താണ്. അങ്ങനെയാണെങ്കിൽ പ്രൈമറി പ്രിവെൻഷനകത്ത് എങ്ങനെയാണ് വരുന്നത്? അത് എന്താണ്? ഡിസീസ് ഉണ്ടാവാതിരിക്കാനുള്ളതാണ്. എന്താണ്? ഡിസീസ് എന്ത് ചെയ്യാണ്? ഉണ്ടാവാതിരിക്കാനുള്ളതാണ് ഏതിനകത്ത് വരുന്നത്? പ്രൈമറി പ്രിവെൻഷനകത്ത്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർലി ഡയഗ്നോസിസ് ആൻഡ് എന്താണ്? ട്രീറ്റ്മെന്റ് ആണ് ഏതിനകത്ത് വരുന്നത്? സെക്കൻഡറി പ്രിവെൻഷനകത്ത്. ടേർഷറി പ്രിവെൻഷനകത്ത് എന്താണ് വരുന്നത്? ഡിസബിലിറ്റിയും പിന്നെന്താണ്? ആൻഡ് റീഹാബിലിറ്റേഷനും കൂടാണ് ഏതിനകത്ത് വരുന്നത്? ടേർഷറി പ്രിവെൻഷനകത്ത് വരുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത എന്തുവാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ്റർവെൻഷൻ ഈസ് എ പാർട്ട് ഓഫ് പ്രൈമറി പ്രിവെൻഷൻ? പ്രൈമറി ആണ്. ഏതാണ്? കീമോ പ്രൊഫൈലാക്സിസ്, റീഹാബിലിറ്റേഷൻ ആഫ്റ്റർ സ്ട്രോക്ക്, ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ, എന്താണ്? പെയിൻ മാനേജ്മെൻറ്റ് ഫോർ ആർത്രൈറ്റിസ്. ഇതിനകത്ത് ഏതാണ് പ്രൈമറി പ്രിവെൻഷനകത്ത് വരുന്നത്? നമ്മൾ പ്രൈമറി പ്രിവെൻഷനകത്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, പിന്നെ ഏതാണ് പറഞ്ഞത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, പിന്നെ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ പറഞ്ഞു. സ്പെസിഫിക് പ്രൊട്ടക്ഷനകത്ത് വരുന്ന ഒരു ഇതാണ് ഏത്? കീമോ പ്രൊഫൈലാക്സിസ്. നമ്മൾ എന്താണ് മലേറിയയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? ക്ലോറോക്യുനൈൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ഡാപ്സോൺ കൊടുക്കുന്നുണ്ട്. എന്തിന്? ലെപ്രസിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇതെല്ലാം ഏതിനകത്താണ് വരുന്നത്? കീമോ പ്രൊഫൈലാക്സിസിനകത്താണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. എന്താണ് വരുന്നത് അതിനകത്ത്? സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. റീഹാബിലിറ്റേഷൻ വരുമ്പം ഏതാണ്? ടേർഷറി പ്രിവെൻഷൻ ആണ് അല്ലേ? ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ ഏതിനകത്താണ്? സെക്കൻഡറി പ്രിവെൻഷൻ ആണ്, സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. പിന്നെ പെയിൻ മാനേജ്മെന്റ് ഫോർ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഏതിനകത്താണ് വരുന്നത്? ഈ പറയുന്ന ടേർഷറി പ്രിവെൻഷനകത്താണ് വരുന്നത്. പിന്നെ പ്രൈമറി പ്രിവെൻഷൻ ഈസ് ഇംപ്ലിമെന്റഡ് ഇൻ വിച്ച് ഫേസ് ഓഫ് ഡിസീസ് ഡെവലപ്മെന്റ്? Primary prevention is implemented in which phase of the disease development? Pre-pathogenesis phase, pathogenesis phase, incipient phase and end stage phase. നമ്മൾ പറഞ്ഞു പ്രീ പാത്തോജെനസിസ്, ഡിസീസ് ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലേ? അതാണ് ഏതിനകത്ത് വരുന്നത്? പ്രൈമറി പ്രിവെൻഷനകത്ത് വരുന്നത് അല്ലേ? പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ഇൻ പ്രൈമറി പ്രിവെൻഷൻ? പ്രൈമറി പ്രിവെൻഷനിൽ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ഏതാണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓൺ ന്യൂട്രീഷൻ, ഇമ്മ്യൂണൈസേഷൻ വിത്ത് BCG വാക്സിൻ, സൈക്കോസോഷ്യൽ സപ്പോർട്ട് ആൻഡ് പോസ്റ്റ് സർജറി. ഏതാണ് വരുന്നത്? ഇമ്മ്യൂണൈസേഷൻ അല്ലേ? സ്പെസിഫിക് പ്രൊട്ടക്ഷൻ അല്ലേ ഇമ്മ്യൂണൈസേഷൻ? പിന്നെ വാട്ട് ഡസ് ദ ഹെൽത്ത് പ്രൊമോഷൻ ഫോക്കസ് ഓൺ പ്രൈമറി പ്രിവെൻഷൻ? എന്താണ് ഹെൽത്ത് പ്രൊമോഷൻ പ്രൈമറി പ്രിവെൻഷനിൽ ഫോക്കസ് ചെയ്യുന്നത്? എന്താണ്? ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസ്, മോഡിഫൈയിങ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, എനേബിളിംഗ് പീപ്പിൾ ടു കൺട്രോൾ ദ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്, റീഹാബിലിറ്റേഷൻ ഓഫ് ദ ഡിസേബിൾഡ്. അപ്പം ഇതിനകത്ത് വരുന്നതിനകത്ത് ഏതാണ് എന്താണ് ഹെൽത്ത് പ്രൊമോഷൻ പ്രൈമറി ഹെൽത്തിന്? ഏതാണ് പ്രൈമറി പ്രിവെൻഷൻ? ഏതാണ്? എനേബിളിംഗ് പീപ്പിൾ ടു കൺട്രോൾ ദ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് ആണല്ലോ.
പീപ്പിളിനെ എന്താണ് അവരുടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഡിറ്റർമിനൻസ് ആണെന്നുള്ളത് ഹെൽത്ത് ഡിറ്റർമിനൻസ് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ഇത് ആക്കി കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഏതാ വരുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. വിച്ച് സ്ട്രാറ്റജി ഇൻ പ്രൈമറി പ്രിവെൻഷൻ എയിംസ് അറ്റ് എൻറ്റയർ പോപ്പുലേഷൻ? ഹൈ റിസ്ക് സ്ട്രാറ്റജി, പോപ്പുലേഷൻ സ്ട്രാറ്റജി, പിന്നെന്താണ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, ഡിസബിലിറ്റി ലിമിറ്റേഷൻ. ഏതാണ് വരുന്നത്? പോപ്പുലേഷൻ സ്ട്രാറ്റജിയാണ് വരുന്നത്. ഏതാണ്? എയിംസ് അറ്റ് ദ എൻറ്റയർ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനെ മൊത്തമായിട്ട് അല്ലേ നമ്മൾ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പോപ്പുലേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ മാസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ ഏതാണ്? വിച്ച് സ്ട്രാറ്റജി ഇൻ പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഇൻഡിവിജ്വൽ അറ്റ് സ്പെഷ്യൽ റിസ്ക്? സ്പെഷ്യൽ റിസ്ക് വരുന്നത് ഏതാണ്? ഹൈ റിസ്ക് ആണ് അല്ലെ. പോപ്പുലേഷൻ എന്ന് പറയുന്നത് മാസ് സ്ട്രാറ്റജിയാണ്. അതെന്ന് പറയുന്നത് ഒരുപാട് ഗ്രൂപ്പ് വലിയൊരു ഗ്രൂപ്പിന് കൊടുക്കുന്നതാണ് അല്ലെ. ലാർജ് ഗ്രൂപ്പിന് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലെ. മറ്റേതിനകത്ത് എന്താണ് വരുന്നത്? സ്പെസിഫിക് ഇൻഡിവിജ്വൽ അറ്റ് സ്പെഷ്യൽ റിസ്ക് ആണ്. സ്പെഷ്യൽ റിസ്ക് ഫാക്ടറിനകത്ത് വരുന്നത് ഏതാണ്? ഹൈ റിസ്ക് സ്ട്രാറ്റജിക്കകത്താണ് വരുന്നത്. പിന്നെന്താണ്? വാട്ട് ഈസ് ദ മെയിൻ ഗോൾ ഓഫ് സെക്കൻഡറി പ്രിവെൻഷൻ? സെക്കൻഡറി പ്രിവെൻഷന്റെ ഒരു മെയിൻ ഗോൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡറി പ്രിവെൻഷന്റെ മെയിൻ ഗോള്? പ്രിവെന്റ് ദ ഒക്യുറൻസ് ഓഫ് ഡിസീസ്, ഡിറ്റക്ട് ആൻഡ് ട്രീറ്റ് ദ ഡിസീസ് ഏർലി, പ്രൊമോട്ട് ദ റിക്കവറി ആഫ്റ്റർ ഡിസീസ്, മിനിമൈസ് ദ റിസ്ക് ഫാക്ടേഴ്സ്. ഏതാണ് വരുന്നത്? ഡിറ്റക്ട് ആൻഡ് ട്രീറ്റ് ദ ഡിസീസ് അല്ലെങ്കിൽ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലേ. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി പ്രിവെൻഷൻ? സെക്കൻഡറി പ്രിവെൻഷന്റെ ഒരു എക്സാമ്പിൾ എന്താണെന്നാണ് ചോദ്യം. എന്താണ്? ഓപ്ഷൻ എ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ബി സ്ക്രീനിങ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ, ഓപ്ഷൻ സി റീഹാബിലിറ്റേഷൻ ആഫ്റ്റർ ആൻ ആക്സിഡന്റ്, പിന്നെ എന്താണ് വാക്സിനേഷൻ എഗെയിൻസ്റ്റ് റുബല്ല. നമ്മൾ പറഞ്ഞു സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എല്ലാ സ്ക്രീനിങ് ടെസ്റ്റുകളും എന്തിനകത്താണ് വരുന്നത്? ഈ പറയുന്ന സെക്കൻഡറി പ്രിവെൻഷനകത്താണ് വരുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഏതാണ്? പ്രൈമറി അല്ലേ. റീഹാബിലിറ്റേഷൻ ടെർഷറി. പിന്നെ വാക്സിനേഷൻ എഗെയിൻസ്റ്റ് റുബല്ല, വാക്സിനേഷൻ വരുന്നത് ഏതിനകത്താണ് വരുന്നത്? വാക്സിനേഷൻ. സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഏതിനകത്താണ്? പ്രൈമറി. ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രൈമോഡിയൽ ആണേ. പ്രൈമറി. പിന്നെ ഏതാണ്? സെക്കൻഡറി പ്രിവെൻഷൻ ഈസ് ദ എഫക്റ്റീവ് ഡ്യൂറിങ് വിച്ച് ഫേസ് ഓഫ് ഡിസീസ്? സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് ഡ്യൂറിങ് വിച്ച് ഫേസ് ഓഫ് ഡിസീസ്? ഇൻസിപ്പിയൻ, പ്രീ പാത്തോജനിസിസ്, പോസ്റ്റ് റിക്കവറി, ക്രോണിക് ഫേസ്. ഏതിനകത്താണ് വരുന്നത്? ഇൻസിപ്പിയൻ സ്റ്റേജിലാണ് ഏത് വരുന്നത്? പിന്നെ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. പ്രീ പാത്തോജനിസിസ് എന്ന് പറയുമ്പം ഏതാണ്? പ്രൈമറി ആണേ. പിന്നെ ഏതാണ്? വിച്ച് ഇന്റർവെൻഷൻ ഈസ് പാർട്ട് ഓഫ് ടെർഷറി പ്രിവെൻഷൻ? വാക്സിനേഷൻ ഫോർ ചിൽഡ്രൻ, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഹൈപ്പർ ടെൻഷൻ, റീഹാബിലിറ്റേഷൻ ഫോർ സ്ട്രോക്ക് സർവൈവർ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ടെർഷറി പ്രിവെൻഷൻ ആകുമ്പം ഏതാണ് വരുന്നത്? റീഹാബിലിറ്റേഷൻ ആണ് വരുന്നത്. Tertiary prevention focus on which of the following? Preventing disease occurrence, limiting the impact of disease after it occurs, reducing exposure to risk factors, improving the general well-being of the population. Tertiary prevention focus ചെയ്യുന്നത് ഏതാണ് വരുന്നത്? ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏതാണ്? ലിമിറ്റിംഗ് ദ ഇമ്പാക്ട് ഓഫ് ഡിസീസ് അല്ലെ. ഇമ്പാക്ട് ഓഫ് ഡിസീസ് അല്ലേ. ഡിസീസ്, ഇമ്പയർമെന്റ്, ഡിസബിലിറ്റി, പിന്നെ ഏതാണ്? ഡിസബിലിറ്റി കഴിഞ്ഞ് പിന്നെ ഏതാണ്? ഹാൻഡിക്യാപ്പ് അല്ലേ. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ഡിസബിലിറ്റി ലിമിറ്റേഷൻ ഇൻ ടെർഷറി പ്രിവെൻഷൻ? ഏർലി ഡയഗ്നോസിസ്, റീസ്റ്റോറിംഗ് ലോസ്റ്റ് ഫംഗ്ഷൻ, ഇമ്മ്യൂണൈസേഷൻ, ഹെൽത്ത് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. ഏതാണ്? റീസ്റ്റോറേഷൻ ഓഫ് ലോസ്റ്റ് ഫംഗ്ഷൻ അല്ലേ. ഇനി അടുത്ത ഏതാ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഹാബിലിറ്റേഷൻ ഇൻ ടെർഷറി പ്രിവെൻഷൻ? പ്രിവെന്റ് ഡിസീസ് ഒക്കറൻസ്, റീസ്റ്റോർ ഫംഗ്ഷണൽ എബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്, പ്രൊമോട്ട് എൻവയോൺമെന്റൽ ചേഞ്ചസ്, ഡിറ്റക്ട് ഡിസീസ് ഏർലി. ഏതാണ്? റീസ്റ്റോർ ഫങ്ഷണൽ എബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഏതാണ്? റീഹാബിലിറ്റേഷൻ. അതിൻ്റെ ഇതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു റീസ്റ്റോർ ആണ് അല്ലേ. ഇനി അടുത്ത ഏതാ? വിച്ച് ടൈപ്പ് ഓഫ് റീഹാബിലിറ്റേഷൻ ഫോക്കസ് ഓൺ റീസ്റ്റോറിംഗ് ദ എബിലിറ്റി ടു വർക്ക്?
എന്താണ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ, മെഡിക്കൽ റീഹാബിലിറ്റേഷൻ. വർക്കുമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി വൊക്കേഷണൽ ആണ്. സോഷ്യൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സോഷ്യൽ റിലേഷൻഷിപ്പിനകത്ത് വരുന്നത്. സൈക്കോളജിക്കൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അയാൾ എന്താണ് സൈക്കോളജിക്കലി അയാൾ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരുന്നത്. മെഡിക്കൽ ആണെന്നുണ്ടെങ്കിൽ അസുഖങ്ങളുടെ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. പിന്നെ വാട്ട് ഡസ് ദ കോട്ടനറി പ്രിവെൻഷൻ എയിംസ് ടു അവോയ്ഡ്? ഓവർ മെഡിക്കലൈസേഷൻ ആൻഡ് അൺനെസസറി ഇന്റർവെൻഷൻ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഡിസീസ് ഒക്കറൻസ്, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്. അതേതാണ് വരുന്നത്? ഇത് തന്നെയാണ് വരുന്നത് അല്ലെ. ഓവർ മെഡിക്കലൈസേഷനും ആൻഡ് അൺനെസസറി ഇന്റർവെൻഷൻസും എന്ത് ചെയ്യുക? ഒഴിവാക്കുക. പിന്നെ ഹൂ പ്രപ്പോസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് കോർഡിനറി പ്രിവെൻഷൻ? നമ്മൾ പറഞ്ഞു അല്ലേ, മാർ ജാമോൾ അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗോൾ ഓഫ് പ്രൈമറി പ്രിവെൻഷൻ? ഏതാണ്? പ്രിവെന്റിംഗ് ദ എമർജൻസ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്, റെഡ്യൂസിംഗ് എക്സ്പോഷർ ടു നോൺ റിസ്ക് ഫാക്ടേഴ്സ്, റീസ്റ്റോറിംഗ് ഹെൽത്ത് ആഫ്റ്റർ ഡിസീസ്, പ്രൊട്ടക്ടിംഗ് എഗെയിൻസ്റ്റ് എന്താണ് സ്പെസിഫിക് ഡിസീസസ്. അതെന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗോൾ ഓഫ് പ്രൈമറി പ്രിവെൻഷൻ? പ്രൈമറി പ്രിവെൻഷൻ്റെ ഗോൾ അല്ലാത്തത് ഏതാണ്? റീസ്റ്റോറിംഗ് ഹെൽത്ത് ആഫ്റ്റർ ഡിസീസ്. Which level of prevention is most focused on preventing the complication of disease? Primary prevention, secondary prevention, tertiary prevention and primordial prevention. ഏതാണ്? Tertiary prevention is most focused on preventing the complication of disease. എന്താണ് ഡിസീസിന്റെ കോംപ്ലിക്കേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഏതാണ്? ടെർഷറി പ്രിവെൻഷൻ ആണ്. അടുത്ത ഏതാ? കോർഡിനറി പ്രിവെൻഷൻ ഫോക്കസ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ്? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ക്രോണിക് ഡിസീസസ്, അവോയ്ഡിംഗ് അൺനെസസറി ഇന്റർവെൻഷൻസ്, എൻഹാൻസിംഗ് ഇമ്മ്യൂൺ റെസ്പോൺസ്, ഡിറ്റക്റ്റിംഗ് ഡിസീസസ് ഏർലി. എന്താണ്? അവോയ്ഡിങ് അൺനെസസറി ഇന്റർവെൻഷൻ. അതാണ് എന്തെന്ന് പറയുന്നത്? കോർഡിനറി പ്രിവെൻഷൻ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. ഇനി വാട്ട് ഡസ് പ്രൈമറി പ്രിവെൻഷൻ എയിം ടു എലിമിനേറ്റ്? റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഹെൽത്ത് ഇഷ്യൂസ്, കോംപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ഡിസീസ്, ഓപ്ഷൻ സി ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. പ്രൈമറി പ്രിവെൻഷൻ എലിമിനേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഡെവലപ്മെന്റ് ഓഫ്, അല്ലെങ്കിൽ എലിമിനേറ്റ് അല്ല, എയിം ടു എലിമിനേറ്റ്. മനസ്സിലായോ? ഇനി എന്താണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെക്കൻഡറി പ്രിവെൻഷൻ? ഇന്റർവെൻ ബിഫോർ ദ ഡിസീസ് ഡെവലപ്പ്, reduce the incidence of disease, diagnose diseases early and prevent complications. പിന്നെ ഏതാണ് വരുന്നത്? To promote health and well-being. ഏതാണ് വരുന്നത്? പർപ്പസ് ഓഫ് സെക്കൻഡറി പ്രിവെൻഷൻ ഏതാണ് പർപ്പസ് വരുന്നത്? To diagnose disease and early prevention of complication അല്ലേ. ഇനി അടുത്ത ഏതാണ്? വാട്ട് ഡസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ പ്രൈമറിലി ഫോക്കസ് ഓൺ? പ്രൈമോഡിയൽ പ്രിവെൻഷൻ പ്രൈമറി ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? പ്രിവെൻറ്റിംഗ് ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ്, എന്താണ് ഡിസീസിൻ്റെ ഓൺസെറ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നതിലാണോ? എലിമിനേറ്റിംഗ് ദ റിസ്ക് ഫാക്ടേഴ്സ് ബിഫോർ ദേ ഡെവലപ്പ്, ട്രീറ്റിംഗ് ഡിസീസസ് അറ്റ് ദെയർ ഏർലി സ്റ്റേജസ്, ഇംപ്രൂവിംഗ് ദ പോസ്റ്റ് ഡിസീസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. എന്താണ് പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത്? പ്രൈമോഡിയൽ പ്രിവെൻഷൻ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്ന എന്തിനെയാണ്? എലിമിനേറ്റിംഗ് ദ ഡിസീസ് അല്ലെങ്കിൽ എലിമിനേറ്റിംഗ് ദ റിസ്ക് ഫാക്ടേഴ്സ് ബിഫോർ ഇറ്റ് ഡെവലപ്സ്. ഇനി ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. പ്രൈമോഡിയൽ പ്രിവെൻഷൻ എയിം ടു പ്രിവെന്റ് ദ ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ പോപ്പുലേഷൻ വെയർ ദേ ഹാവ് നോട്ട് അറ്റ് അപ്പിയർഡ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. The main intervention in primordial prevention is through health education and mass media campaign. ഇതും കറക്റ്റ് ആണ്. It to focus on treating the disease in their advanced stage to reduce the suffering. Primordial prevention is mainly concerned with the prevention of chronic disease from early adulthood. അപ്പം ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്? ഏതാ? ഈ കൺസേൺഡ് വിത്ത് ദ പ്രിവെൻഷൻ ഓഫ് ക്രോണിക് ഡിസീസസ് ഫ്രം ഏർലി ചൈൽഡ്ഹുഡ് ഏതാ വരുന്നത്? ഇത് മൂന്നുമാണല്ലേ വരുന്നത്. കറക്റ്റ് അല്ലേ അവർ പറയുന്നത്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ. ഇത് വന്നപ്പോൾ കൺഫ്യൂഷൻ ആയോ? പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ പ്രിവെൻഷൻ ഓഫ് ക്രോണിക് ഡിസീസ് ആണല്ലോ. അത് അതിനകത്ത് പറയുന്നുണ്ട് ഫ്രം ഏർലി ചൈൽഡ്ഹുഡ്. നമ്മൾ എന്താണ് കൊച്ചിലെ മുതലേ നമ്മൾ ആ ഒരു ഡിസീസ് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. പിന്നെന്താണ്? ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ
about primary prevention. Primary prevention can be accomplished through the health promotion and specific protection strategies. ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ഇത് തെറ്റല്ലല്ലോ, ഇത് കറക്റ്റ് ആണ് അല്ലേ? ഇറ്റ് എയിംസ് ടു ഡിറ്റക്ട് ദ ഡിസീസ് ഏർലി ബിഫോർ ദ സിംറ്റംസ് അപ്പിയേഴ്സ്. Immunization against infectious disease is a key component of primary prevention. Primary prevention target the individuals who already show signs of disease. അപ്പം ഇതിനകത്ത് ഏതാണ് വരുന്നത്? It aim to detect the disease early before the symptoms appears. അല്ലേ? പിന്നെ ഏത് വരും? പ്രൈമറി പ്രിവെൻഷൻ ടാർഗറ്റ് ദ ഇൻഡിവിജ്വൽ ഹു ഹാവ് ഓൾറെഡി ഷോ എനി സൈൻ ഓഫ് ഡിസീസ്. അത് രണ്ടും ആണോ? അല്ല. പിന്നെ ഏതാ വരുന്നത്? Find out the statement or statements that are true about the secondary prevention. ഏതാണ്? Secondary prevention involves detection of disease at their early stage and preventing further complication. Health promotion activities such as exercise program are key component of secondary prevention. Screening tests like mammograms and pap smears are the part of secondary prevention. It mainly focus on rehabilitation and after a disease has developed. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വരുന്നത്? 1ഉം 3ഉം ആണ് അല്ലേ? ഇത് രണ്ടും അല്ലേ പ്രൈമറി പ്രിവെൻഷൻ്റെ കാര്യത്തെ പറ്റി നമ്മൾ പറയുന്നത്? ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അടുത്ത ഏതാ? ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് tertiary prevention. Tertiary prevention involves early detection of disease to stop their progression. Rehabilitation and disability limitation are key aspects of tertiary prevention. It is implemented after the disease has reached an advanced stage. Tertiary prevention focus on preventing diseases from occurring in the first place. അപ്പം ഏതാണ് ഇതിനകത്ത് വരുന്നത്? ഇത് ചോദിച്ചേക്കുന്നത് ദാറ്റ് ആർ ട്രൂ അബൌട്ട് tertiary prevention എന്നാ. ഏതാ? റീഹാബിലിറ്റേഷനും ഡിസബിലിറ്റി ലിമിറ്റേഷനും കീ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഏതാണ്? ഇംപ്ലിമെൻറ്റേഷൻ ആഫ്റ്റർ ദ ഡിസീസ് ഹാസ് റീച്ച്ഡ് ദ അഡ്വാൻസ്ഡ് സ്റ്റേജ് അല്ലേ? ഇത് രണ്ടും അല്ലേ വരുന്നത്? അടുത്ത ഏതാ? Find out the statement or statements that are not true about quaternary prevention. Not true ആണ്, true അല്ല, not true. Quaternary prevention focus on avoiding unnecessary medical interventions and over medicalization. It is aimed at preventing the occurrence of disease by addressing risk factors. Quaternary prevention involves reducing the incidence of disease through mass immunization. It aims to mitigate the consequences of medical over interventions. അപ്പം ഇതിനകത്ത് ഏതാണ് വരുന്നത്? അത് ഒരു എന്താ ട്രൂ അല്ലാത്തത് ഏതാണെന്നാണ് പറയുന്നത്. ഏതാണ്? അപ്പോൾ ഫോൾസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതാണ്? ഇറ്റ് ഈസ് എയിംഡ് അറ്റ് പ്രിവെൻറ്റിംഗ് ദ ഒക്യുറൻസ് ഓഫ് ഡിസീസ് ബൈ അഡ്രസ്സിംഗ് ദ റിസ്ക് ഫാക്ടേഴ്സ്. ആണോ? അല്ല. പിന്നെ അടുത്ത ഏതാണ് വരുന്നത്? ഇൻവോൾവ്സ് റെഡ്യൂസിങ് ദ ഇൻസിഡൻസ് ഓഫ് ഡിസീസ് ത്രൂ മാസ് ഇമ്മ്യൂണൈസേഷൻ. വരുന്നുണ്ടോ? ഇല്ല. ഇത് ഏതിനകത്താണ് വരുന്നത്? പ്രൈമറി ആണ്. ഇത് ഒരിക്കലും എന്താണ്? കോട്ടണറി അല്ല. അസേർഷൻ ആണ്. പ്രൈമോഡിയൽ പ്രിവെൻഷൻ എയിംസ് ടു പ്രിവെന്റ് ദ എമർജൻസ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ പോപ്പുലേഷൻ ബിഫോർ ദേ അപ്പിയേഴ്സ്. റീസൺ പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൈമർലി ഫോക്കസ് ഓൺ പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ ബിഹേവിയേഴ്സ് ഇൻ ജനറൽ പോപ്പുലേഷൻ. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അതായത് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഇവിടെ ആറും എയും എന്ന് പറയാതെ പകരം അവർ എങ്ങനെ തന്നെ പറഞ്ഞേക്കാണ്? അസേർഷൻ എന്നും റീസൺ എന്നും തന്നെ പറഞ്ഞേക്കാണ്. അപ്പം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എന്താണ്? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. അസേർഷൻ ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. രണ്ടും കറക്റ്റ് ആണ്. ആ റീസൺ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് അല്ലേ? പ്രൈമോഡിയൽ പ്രിവെൻഷൻ എയിംസ് ടു പ്രിവെന്റ് ദ എമർജൻസ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ പോപ്പുലേഷൻ ബിഫോർ ദേ അപ്പിയേഴ്സ് അല്ലേ? റിസ്ക് ഫാക്ടറിൻ്റെ ഇതാണ് പറയുന്നത് അല്ലേ? അടുത്ത ഏതാ വരുന്നത്? Primary prevention includes efforts like vaccination to prevent the disease before they occurs. Reason എന്താണ് പറയുന്നത്? Primary prevention focus on detecting the disease early in their development to prevent complications. Both assertion and reason are true. Reason is the correct explanation of assertion. Both assertion and reason are true, but reason is not the correct explanation of for assertion. Assertion is true, but reason is false. Assertion is false, but reason is true. ഏതാണ് വരുന്നത് ഇതിനകത്ത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അസേർഷൻ ആൻഡ് റീസൺ ഈസ് ഫോൾ. അസേർഷൻ ട്രൂ ആണ്, കറക്റ്റ് ആണ് കാര്യങ്ങൾ പറയുന്നത്.
ഫോക്കസ് ഓൺ ഡിറ്റക്റ്റിംഗ് ദ ഡിസീസ്, ഡിറ്റക്റ്റ് ചെയ്യാണോ പ്രൈമറിയിൽ? ആണോ? ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഏതിനകത്താണ്? സെക്കൻഡറിയിലകത്താണ് എന്ത് ചെയ്യുന്നത്? ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഏതാണ്? സെക്കൻഡറി പ്രിവെൻഷൻ അസേർഷൻ പറയുകയാണെ, സെക്കൻഡറി പ്രിവെൻഷൻ ഇൻവോൾവ്സ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെന്റ് ദ പ്രോഗ്രഷൻ ഓഫ് ഡിസീസ്. കറക്റ്റ്. പിന്നെ റീസൺ എന്താണ് പറയുന്നത്? സ്ക്രീനിങ് ടെസ്റ്റ് സച്ച് ആസ് മാമോഗ്രഫി ആൻഡ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ആർ കോമൺ എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡറി പ്രിവെൻഷൻ. ഓപ്ഷൻ നോക്കാം. ബോത്ത് എ അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, but reason is not the correct explanation of assertion. Assertion is true but reason is false. Assertion is false but reason is true. ഏതാണ് വരുന്നത്? ഇതാണ് വരുന്നത് അല്ലേ? കറക്റ്റ് കാര്യമല്ലേ അതിനകത്ത് റീസണിനകത്തും അസേർഷനകത്തും പറയുന്നത്. അടുത്ത ഏതാ? Tertiary prevention focus on minimizing the impact of on already established disease and rehabilitating the patient. Reason: the tertiary prevention includes interventions like chemotherapy and surgical procedures to treat the cancer in its early stages. എന്താണ്? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. അസേർഷൻ ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ഏതാണ് വരുന്നത്? അസേർഷൻ ട്രൂ ആണ്. ഇത് കറക്റ്റ് ആണ് പറയുന്നത്. മിനിമൈസിങ് ദ ഇമ്പാക്ട് ഓഫ് അല്ലേ അത് പറയുന്നത്. ഡിസീസിന്റെ ഇമ്പാക്ട് കുറക്കുക, ഡീഹാബിലിറ്റേഷൻ, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് പറയുന്നത് കറക്റ്റ് ആണോ? അല്ല. അതപ്പം എന്താണ്? റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്? കോർട്ടിനറി പ്രിവെൻഷൻ എയിംസ് ടു പ്രിവെന്റ് ദ കോൺസിക്വൻസ് ഓഫ് അൺനെസസറി മെഡിക്കൽ ഇന്റർവെൻഷൻസ് ആൻഡ് ഓവർ മെഡിക്കലൈസേഷൻ. റീസൺ: കോർട്ടിനറി പ്രിവെൻഷൻ ഫോക്കസ് ഓൺ എലിമിനേറ്റിംഗ് ദ റിസ്ക് ഫാക്ടേഴ്സ് ബിഫോർ ദേ എമർജ് ഇൻ ദ പോപ്പുലേഷൻ, എസ്പെഷ്യലി ത്രൂ ദ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേർഷൻ. Both assertion and reason are true but reason is not the correct explanation for assertion. Assertion is true but reason is the false. Assertion is false but reason is true. ഏതാണ് വരുന്നത്? Assertion is true അല്ലേ? കോർട്ടിനറി പ്രിവെൻഷൻ എയിംസ് ടു പ്രിവെന്റ് ദ കോൺസിക്വൻസ് ഓഫ് അൺനെസസറി മെഡിക്കൽ ഇന്റർവെൻഷൻ. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്താ പറയുന്നത്? റീസണിനകത്ത് എന്താണ് പറയുന്നത്? ഫോക്കസ് ഓൺ എലിമിനേറ്റിംഗ് ദ റിസ്ക് ഫാക്ടേഴ്സ് ബിഫോർ ദേ എമർജ് ദ പോപ്പുലേഷൻ. അത് ഏതിനകത്താണ് വരുന്നത്? പ്രൈമോഡിയൽ ആണ് അല്ലേ? എസ്പെഷ്യലി ത്രൂ ദ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ലെവൽസ് ഓഫ് പ്രിവെൻഷനെ പറ്റിയാണ്. ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൈമോഡിയൽ ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേർഷറി ഉണ്ട്, കോർട്ടിനറി ഉണ്ട്. ഈ പറയുന്ന എന്താണ്? പ്രൈമോഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് ഫാക്ടറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ റിസ്ക് ഫാക്ടറിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമോഡിയൽ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് എന്താണ്? മാസ് ക്യാമ്പയിൻ വരുന്നുണ്ട് അല്ലേ? ഹെൽത്ത് പിന്നെ മാസ് ക്യാമ്പയിൻ വരുന്നതാണ് ഇതിനകത്ത് വരുന്നത്, പ്രൈമോഡിയലിനകത്ത് വരുന്നത്. പ്രൈമറി എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാവാതിരിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷന്, സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, ഇതെല്ലാം പറയുന്നത് ഏതിനകത്താണ്? പ്രൈമോഡിയലിനകത്താണ്, പ്രൈമറിക്കകത്താണ്. സെക്കൻഡറിക്കകത്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളൊരു ഡിസീസ് വന്ന് അത് നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ പ്രോഗ്രഷനെ നമ്മൾ എന്ത് ചെയ്യണം? തടസ്സപ്പെടുത്തുകയാണ്. അതായത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. എല്ലാ തരത്തിലുള്ള സ്ക്രീനിങ്ങുകളും പിന്നെ ഏതാണ്? എല്ലാ തരത്തിലുള്ള സ്ക്രീനിങ്ങുകളും പിന്നെന്തോ വരുന്നത്? ഈ പറയുന്ന ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ഹെൽത്ത് ക്യാമ്പുകൾ, ഇമ്മ്യൂണൈസേഷന്, ഇതെല്ലാം ഇമ്മ്യൂണൈസേഷൻ അല്ല പിന്നെന്താണ്? പാപ്സ്മിയർ, ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷന്, ഡോട്ട്സ്, ഇതെല്ലാം വരുന്നത് ഏതിനകത്താണ്? സെക്കൻഡറി പ്രിവെൻഷനകത്താണ്. അതിൻ്റെ പിന്നെന്താണ്? ട്രീറ്റ്മെൻറ്റ്, റെഫറൽ, അങ്ങനെല്ലാം പോകും. പിന്നെ ടേർഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷനും ഡിസബിലിറ്റി മാനേജ്മെൻറ്റുമാണ് ഇതിനകത്ത് വരുന്നത്, ടേർഷറി പ്രിവെൻഷനകത്ത് വരുന്നത്. കോർട്ടിനറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അൺനെസസറി ഇൻ്റർവെൻഷൻസ്, ഓവർ മെഡിക്കേഷൻ, അതിനെ എല്ലാത്തിനും വരുന്നതാണ് ഏതിനകത്ത് വരുന്നത്? കോർട്ടിനറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് കരുതുന്നു. നന്നായിട്ട് വായിച്ച് ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേന് ഈ ഭാഗം എന്താണ്? കുറച്ചും കൂടി എന്തായിക്കോളും? ക്ലിയർ ആയിക്കോളും. അപ്പം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് ഇത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കറക്റ്റായിട്ടുള്ള എന്ത് കിട്ടും? ഒരു ഐഡിയ കിട്ടും. ക്ലിയർ? താങ്ക് യു.